ഞാൻ നടുക്ക് ഹാപ്പി ക്രിസ്മസ്. ജീസസ് ക്രൈസ്റ്റിനെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. നടുക്കിക്കണേക്ക് നല്ലതല്ലേ? അപ്പുറത്ത് രണ്ടുപേര് ചെറിയ അവിടെ ഉള്ളത്, അവിടെ രണ്ട് കള്ളന്മാരായിരുന്നു, ഇവിടെ ഒരു കള്ളനും ഒരു കള്ളി. അത് പക്ഷേ കുരിശിൽ കിടക്കുമ്പോഴാണ്. ഇത് തിരുപ്പിറവിയാണ് നമ്മൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ, ഒരാളാണല്ലോ ചെയ്തത്. അല്ലല്ല, ഇത് രണ്ടും ഒരാളാണ്. ഇപ്പൊ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിവിടെ ജനിച്ചു കിടക്കുകയാണ്. ഞങ്ങള് പൂജ രാജാക്കന്മാരാണ് ഞങ്ങൾ രണ്ടുപേരും. അങ്ങനെയും കരുതാലോ. സമ്മതിച്ചു. ഞാൻ നിങ്ങളെ അല്ലെങ്കിൽ പുൽക്കൂടിലുള്ള വേറെ സാധനമാവാം ഞങ്ങൾ രണ്ടുപേരും. സ്റ്റാർ. അതാണല്ലോ നിങ്ങള്. താങ്ക് യു. അല്ല, എല്ലാവർക്കും വൺസ് അപ്പോൺ എ ടൈമിന്റെ എല്ലാ പ്രേക്ഷകർക്കും എന്റെ ഹൃദ്യമായ ക്രിസ്മസ് നവവത്സര ആശംസകൾ. സലീമേട്ടാ, ഈ ക്രിസ്മസിന്റെ സമയത്ത് ഞാനൊക്കെ ചെറിയൊരു വരുമാനം കൂടി ഉണ്ടാക്കാൻ ഒരു കാലത്ത്, എൻ്റെ കുട്ടിക്കാലത്ത് ക്രിക്കറ്റ് ബാറ്റ് മേടിക്കാൻ, ബോൾ മേടിക്കാൻ, വിക്കറ്റ് മേടിക്കാൻ ഒക്കെയുള്ള വരുമാനം ഉണ്ടാക്കുന്നതിന് വേണ്ടി കരോൾ സംഘങ്ങളായിട്ട് പോയിട്ടും പല പാട്ടുകൾക്ക് കരോള് പാടിയിട്ടും ചെറിയ വീടുകളിൽ നിന്ന് പിരിവൊക്കെ നടത്തിയിട്ടുണ്ട്. സലീമേട്ടൻ അങ്ങനെ കരോള് പോയിട്ടുണ്ട്? ഞാൻ പോയിട്ടുണ്ട്. ന്യൂ ഇയറിനും പോകും, ക്രിസ്മസിനും പോകും. ന്യൂ ഇയറിനോ? ന്യൂ ഇയറിനും പോകും. ന്യൂ ഇയർ കരോൾ എന്ന് പറഞ്ഞിട്ട്. അപ്പോ ന്യൂ ഇയറിനൊക്കെ പോയിട്ടുണ്ട്. എന്നെ ഏറ്റവും ഞങ്ങളുടെ പിൽക്കാലത്ത് ഞാൻ സിനിമയിലൊക്കെ ഞാൻ പോകാറുണ്ട്. ഇത് തന്നെ എന്തെങ്കിലുമൊക്കെ നമ്മുടെ ചില്ലറ ചെലവിന് വേണ്ടിയിട്ട് തന്നെ. അപ്പോൾ ഞാൻ സിനിമയിലൊക്കെ വന്നതിന് ശേഷം ഞാൻ എൻ്റെ വീട്ടിൽ കിടന്ന് ഉറങ്ങുന്നത് രാത്രി, ഒരു ക്രിസ്മസ് രാത്രി. അപ്പോൾ ഒരു സംഘം പിള്ളേര് കിണ്ണൻ പ്ലേറ്റ് സ്റ്റീൽ പ്ലേറ്റ്, ഈ സ്റ്റീൽ പ്ലേറ്റ് അടിച്ചുകൊണ്ട് വന്നേക്കാണ് വീടിൻ്റെ മുറ്റത്ത്. നമുക്കറിയാം പൈസ അടിച്ച് മാറ്റാൻ വേണ്ടി വേറെ ഒന്നുമില്ല. ഇവർക്ക് ക്രിസ്മസിന്റെ ഒരു കൾച്ചറും ഇല്ല. കാരണം അവർക്ക് അറിയില്ല എന്താണ് സംഭവം എന്നുള്ള ഒരു കരോൾ ഭക്തിഗാനോ ഒന്നുമില്ല. കിണ്ണത്തിന് അടിച്ചിട്ട് ചേച്ചിയെ യേശു ജനിച്ചിട്ടാ വീണ്ടും ചേച്ചിയെ യേശു ജനിച്ചിട്ടാ എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു ഏതാശുപത്രിയിലെ അതോടെ ഇവന്മാര് ആഫീസ് പൂട്ടിപ്പോയി. ഒന്നും പറയാനില്ല. ഈ കിണ്ണത്ത് മടിച്ചോണ്ടിരിക്കുക. പക്ഷെ നല്ല പൈസ കൊടുത്തവർക്ക് നമുക്കറിയാം ഇവർ വന്നേക്ക് ഭയങ്കര രസമാണ്. അതെ, ഇതേപോലെ എൻ്റെ വീട്ടിൽ അപ്പം ഞാൻ അവിടെ നിന്ന് മാറി പറവൂർന്ന് മാറിയിട്ട് പറവൂർ ടൗണിൽ താമസിക്കുന്നു. അപ്പോൾ ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് ചെല്ലുമ്പോൾ എൻ്റെ വീട്ടിലൊരു പുൽക്കൂട് ഇരിക്കുന്നു. അപ്പോൾ ഞാൻ വൈഫിനോട് എന്താണ് പുൽക്കൂടൊക്കെ ഇവിടെ ഇരിക്കുന്നത്? അപ്പോൾ പറഞ്ഞു ഇങ്ങനെ പിള്ളേര് അവളുടെ കൂട്ടുകാരികളുടെ വീട്ടിൽ പോയപ്പോൾ ഓരോ സാധനങ്ങൾ എടുത്തുകൊണ്ട് വന്നു. അവിടെ നിന്ന് അവരുടെ പുൽക്കൂട് കണ്ടപ്പോൾ ഓരോ സാധനങ്ങൾ എടുത്തുകൊണ്ട് വെച്ചേക്കെ. ഒരു 3-4 പുണ്യാളന്മാരൊക്കെ ഉള്ളൂ. ഒരു സ്റ്റാർ ഉണ്ട്, മാലാഖയുണ്ട്, അത്രയൊക്കെ ഉള്ളൂ. അപ്പൊ മേടിച്ചതല്ല, ഒന്നും വാങ്ങിച്ചതല്ല, ഒക്കെ എടുത്തുകൊണ്ട് വന്നാണ്. ഇവളുടെ കൂട്ടുകാരികളുടെ വീട്ടിൽ എടുത്തുകൊണ്ട് വന്ന അങ്ങനെയാണ്. എന്നിട്ട് കുറച്ച് പുല്ലൊക്കെ വെച്ചിട്ട് അതുമ്പോൾ ഇത് വെച്ചേക്കാ. അപ്പോൾ എന്നോട് പറഞ്ഞ് പൈസ ഇടാൻ പറഞ്ഞു. ഇത്രേ ഉള്ളൂ, പൈസ എടുത്ത് വാങ്ങിക്കണം, പൈസ ഇടാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു വേറെ ഉണ്ണിയേശു ഇല്ല ഇതിനകത്ത്. എവിടെ ഉണ്ണിയേശു എവിടെ? അപ്പൊ പറഞ്ഞു എനിക്കറിയില്ല ഉണ്ണിയേശുവിനെ വെക്കണമെന്നുള്ള സംഭവം ഒന്നും എനിക്കറിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ക്ലബിൽ പോകുമ്പോ ക്ലബിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ കൂടി ഉണ്ണിയേശു ഇല്ലെങ്കിൽ അടിച്ച് തകർത്ത് കളയൊന്ന് തേക്കാം. ഞാൻ പോയി, ഞാൻ മറന്നുപോയത്. ഞാൻ ക്ലബിലൊക്കെ പോയി തിരിച്ചു വരുമ്പോ എൻ്റെ ഇളയ മോൻ കൊച്ചു കുട്ടിയാ ഒരു മാതൃഭൂമി പേപ്പറിൽ തുണിയില്ലാണ്ട് കിടക്കണം. അവിടെ കൈയിട്ടടിക്കുന്നു 500 രൂപ. കാരണം ആ ബുദ്ധി സാമർത്ഥ്യത്തിന്. അതാണ് എൻ്റെ ക്രിസ്മസ് മറ്റൊരു അനുഭവം. സലീമേട്ടന്റെ കൂടുതൽ ക്രിസ്മസ് അനുഭവങ്ങൾ നമുക്ക് കേൾക്കാം, പങ്കുവയ്ക്കാൻ, ചിരിക്കാൻ, ചിരികൾ ആസ്വദിക്കാം. സലീമേട്ട അങ്ങോട്ടിരിക്കാം. ഒരുപാട് ആരാധിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യുന്ന സലീമിക്ക് അതിനൊക്കെ അപ്പുറം ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഫേവറേറ്റ് പേഴ്സണാണ്, കലാകാരനാണ് സലീമേട്ട. അപ്പോൾ ക്രിസ്മസ് ദിനത്തിൽ ഒരു ക്രിസ്മസ് സന്ദേശം നമുക്കും പ്രേക്ഷകർക്കും വേണ്ടിയിട്ട് അതും കൂടെ കേട്ടിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് പോവാം. മഹാത്മാഗാന്ധി പറഞ്ഞ പോലെ എൻ്റെ ജീവിതമാണ് സന്ദേശം. സലീമിക്ക, ഞാനൊരു ചോദ്യം ചോദിക്കാം. എഴുതാറുണ്ടോ റിയൽ ലൈഫിൽ? ഞാൻ 3 സിനിമക്ക് കഥ, തിരക്കഥ, സംഭാഷണം ചെയ്തിട്ടുണ്ട്. അതിലൊരു സിനിമ മികച്ച കഥാകൃത്തിനുള്ള സ്റ്റേറ്റ് അവാർഡും കിട്ടിയിട്ടുണ്ട് എനിക്ക്. പിന്നെ എഴുത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാനൊരു പുസ്തകം, എൻ്റെ ആത്മകഥ എന്ന് പറയാൻ പറ്റില്ല. കാരണം ആത്മകഥ എന്ന് പറയുന്നത് വലിയ വലിയ പ്രശസ്തന്മാർക്ക് എഴുതാൻ പറ്റിയ സംഭവമാണ്. അപ്പോൾ എൻ്റെ അനുഭവ കഥകൾ വെച്ചിട്ടൊരു പുസ്തകം ഞാനിപ്പോൾ അടുത്തിടെ മനോരമ പബ്ലിക്കേഷൻസ് അത് പ്രസിദ്ധപ്പെടുത്തുന്നുണ്ട്. ഈശ്വര വഴക്കില്ലല്ലോ എന്നാണ് അതിൻ്റെ പേര്.
അതാണ് ഈശ്വര വഴക്കില്ലല്ലോ. അപ്പോൾ അതാണ് എൻ്റെ എഴുത്തിലുള്ള സംഭവങ്ങൾ. കോളേജ് കാലഘട്ടം തുടങ്ങി ഞാൻ എഴുതിയിരുന്നു. അങ്ങനെ വലിയ എഴുത്തുകാരൊന്നുമല്ല, കുറച്ച് കോമഡി ടച്ചുള്ള സംഭവങ്ങളും വളരെ സെൻറ്റിമെൻ്റലായിട്ടുള്ള സംഭവങ്ങളൊക്കെ എഴുതിയിരുന്നു. ചെറുകഥകൾ എഴുതാറുണ്ടായിരുന്നു. അത്രേ ഉള്ള എഴുത്ത്. എൻ്റെ ഒരു പുസ്തകം ഇപ്പം ചിരിപുരണ്ട ജീവിതങ്ങൾ ഇറങ്ങിയതിനകത്ത് എൻ്റെ തുടക്കത്തിൽ ആദ്യ 4 വർഷത്തോളം സലീമേട്ടൻ്റെ കൂടെ ആയിരുന്നുകൊണ്ട് അതിലെ 3 കഥകൾ സലീമേട്ടൻ്റെ കഥകളാണ്. ആ ബുക്കിൽ മൊത്തം 10-20 കഥകളിൽ 3 സലീമേട്ടൻ കേന്ദ്ര കഥാപാത്രമായിട്ടുള്ള കഥകളാണ് അതിൽ എഴുതിയിട്ടുള്ളത്. സലീമേട്ട, നാദൃശ്യമായിട്ട് എത്ര നാളത്തെ ബന്ധമുണ്ട്? ഞാൻ പണ്ട് ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ശനി ഞായറും റെപ്രസെൻറ്റേറ്റീവായിട്ട് പോകുമായിരുന്നു സ്റ്റീൽ അലമാര കമ്പനിയുടെ. കണ്ണൂരാണ് പോണത്. അപ്പം ഞാൻ തന്നെ ജോലി ചെയ്തിട്ട് വേണം എനിക്ക് പഠിക്കാനായിട്ട്. മഹാരാജ് സ്കൂളിൽ പഠനം വെള്ളിയാഴ്ച വരെയും. വെള്ളിയാഴ്ച രാത്രി ഞാൻ നേരെ കണ്ണൂർക്ക് പോയിട്ട് അവിടെ വീടുകൾ കയറി സ്റ്റീൽ അലമാരി വേണം ചോദിച്ച് നോക്കുമ്പോൾ ഇറക്കുന്നുണ്ട്, നോക്കുമ്പോൾ എന്നെ കാണിക്കുന്ന കാലം. അപ്പോൾ അവിടെ കൊച്ചിൻ ഓസ്കാറിൻ്റെ ഒരു മിമിക്സ് പരേഡ് നടക്കുകയാണ്. 10 രൂപയാണ് ടിക്കറ്റിന്, ഏറ്റവും ബാക്കിൽ. ഞാൻ 10 രൂപയുടെ ടിക്കറ്റ് എടുത്ത് അവിടെ ചെന്നു. അവിടെ ചെന്നപ്പോൾ പരിപാടിക്കാരിങ്ങനെ അതിൽ പാസ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ഒരാളോട് ചോദിച്ചു, നിങ്ങൾ നാദൃശ്യല്ലേ? ഞാൻ നിങ്ങളെ കണ്ടിട്ടുണ്ട്, നിങ്ങൾ പറവൂർ പാട്ട് പാടാനൊക്കെ വരുമായിരുന്നു, ഗാനമേളക്ക്. അപ്പോൾ അത് എവിടെ പറവൂരാ വീട് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെ പറവൂരാണ് വീട് എന്ന് പറഞ്ഞു. അപ്പോൾ ശരി വാന്ന് പറഞ്ഞിട്ട് എന്നെ ഈ ബാക്കിൽ നിന്ന് പിടിച്ചിട്ട് ഫ്രണ്ട് സീറ്റിൽ കൊണ്ടിരുത്തി. ഇവിടെ ഇരുന്ന് കണ്ടോളാൻ പറഞ്ഞു. എനിക്ക് ഫ്രണ്ട് സീറ്റിലൊന്നും പോയിരിക്കാനുള്ള കാശൊന്നും എൻ്റെ കയ്യിലില്ല. എന്നെ ഫ്രണ്ട് സീറ്റിൽ കൊണ്ടിരുത്തി ആ പ്രോഗ്രാം ഞാൻ അവിടെ ഫുള്ള് കണ്ട്. അപ്പോൾ കുറേ ദൂരം വന്നിട്ടാണ് ഞാൻ ഈ സ്ഥലത്തെത്തിയേക്കണത്. മിമിക്രി കാണാനുള്ളൊരു കൊതി കൊണ്ട് വന്നേക്കണാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു എവിടെയാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ബസ് കിട്ടില്ല, നടക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു എന്തോരം ദൂരം പോകണമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു 10-15 കിലോമീറ്റർ നടക്കണം എന്ന് പറഞ്ഞു. അവർ കാര്യം ചെയ്യും, ഞാൻ അവിടെ വിടാം, ആ വഴിയിൽ വിടാം, അല്ലാണ്ട് എൻ്റെ താമസ സ്ഥലത്തല്ല, അവിടെ അടുത്ത് വിടാമെന്ന് പറഞ്ഞു. അവരുടെ വണ്ടി തന്നെ കയറ്റി എന്നെ ഞാൻ താമസിക്കുന്ന തൊട്ടടുത്തായിട്ട് ആ റോഡ് സൈഡിൽ എന്നെ ഇറക്കി വിട്ടു. അതാണ് നാദൃശ്യം ഞാനായിട്ട് ആദ്യമായിട്ട് കാണുന്നത്. നമസ്കാരം രമേശേട്ടാ. നമസ്കാരം സലീമേട്ടാ. നമസ്കാരം. 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 എത്രയും ബഹുമാനപ്പെട്ട വിധികർത്താക്കളെ, എത്രയും ബഹുമാനപ്പെട്ട സഹ കൊമേഡിയൻസ്, ഏറ്റവും ബഹുമാനപ്പെട്ട ഓഡിയൻസ്, എല്ലാവർക്കും എൻ്റെ വിനയം നിറഞ്ഞ നമസ്കാരം. രമേശേട്ടനെ എവിടെയോ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, നമ്മൾ ഒരാളെ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ ആട്ടെ നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കുന്നത് പിന്നീട് അങ്ങോട്ട് അയാളെ എത്രമാത്രം ബഹുമാനിക്കണം എന്ന് തീരുമാനിക്കാനാണ്. അതായത് ഒരാളുടെ ജോലിയും അയാൾക്ക് കിട്ടുന്ന ബഹുമാനവും തമ്മിൽ നല്ല ബലമായ ബന്ധമുണ്ട്. സ്വാഭാവികമായി പണിയെടുത്തിട്ടാണല്ലോ പണം ഉണ്ടാകുന്നത്. ഈ പണത്തിനനുസരിച്ച് നമുക്ക് കിട്ടുന്ന ബഹുമാനവും കൂടും, ആൻഡ് വൈസ് വേഴ്സ. ഓട്ടോ ഓടിക്കുന്ന ചേട്ടനും എയറോപ്ലെയിൻ എടുക്കുന്ന സാറിനും നമ്മൾ 2 ബഹുമാനമാണ് കൊടുക്കുന്നത്. ക്ലാസ്സിൽ ക്ലാസ് എടുക്കാൻ വരുന്ന സാറിനും ക്ലാസ് വൃത്തിയാക്കുന്ന ചേച്ചിക്കും നമ്മൾ പല ക്ലാസ് ഓഫ് റെസ്പെക്റ്റ് കൊടുക്കുന്ന പോലെ. എന്തിന്? നാട്ടിൽ നാനാവിധ ജോലി ചെയ്തിട്ടും എനിക്ക് കിട്ടാത്ത ബഹുമാനം ഇവിടെ വന്ന് 4 പരിപാടി ചെയ്തപ്പോൾ കിട്ടുന്നുണ്ട്. ഇപ്പം വീടിൻ്റെ അടുത്തൊക്കെ വല്ല മരിച്ച വീട്ടിലും ചെന്നാലും തല്ലി അരച്ച് കടന്നുകൊണ്ടിരിക്കുന്ന ചേച്ചിമാർ ഒരു 2 സെക്കൻഡ് ബ്രേക്ക് എടുത്തിട്ട് എന്നെ നോക്കിയും ചിരിക്കും. ഈ ആകാശദൂത് പടത്തിന്റെ ക്ലൈമാക്സിന്റെ ഇടയ്ക്ക് CID മൂസയുടെ ട്രെയിലർ ഇട്ട പോലെ. കഴിഞ്ഞ ദിവസം അംഗനവാടിയിൽ അമൃതം പൊടി വാങ്ങിക്കാൻ ചെന്നപ്പം അവിടെ സാധനം എടുത്ത് തരാൻ നിൽക്കുന്ന ചേട്ടൻ, നീ മറ്റേ അമൃത TV കോമഡി പറയുന്ന പേര് പറ, അയ്യോ മറ്റേ ഡയാന ആങ്കറിംഗ് ഒക്കെ നടത്തുന്ന, അയ്യോ ഡയാന ഇടയ്ക്ക് ഡാൻസ് ഒക്കെ കളിക്കുന്ന, അയ്യോ ഡയാന ഇടയ്ക്ക് രജനീകാന്തിന്റെ മിമിക്രി ഒക്കെ കാണിക്കുന്ന. ചേട്ടാ അവിടെ ഡയാന മാത്രമല്ല 10-32 പേര് തൊണ്ട പൊട്ടി പണിയെടുക്കുന്നുണ്ടോ. അവസാനം എൻ്റെ പേര് മറന്നുപോയ കുറ്റബോധം കൊണ്ട് ഒരു പാക്കറ്റ് അമൃതം പൊടി എക്സ്ട്രായും കിട്ടി. അംഗനവാടിയുടെ അടുത്ത ആനിവേഴ്സറിക്ക് ഒരു ആശംസാ വീഡിയോ പറയാനുള്ള അവസരവും കിട്ടി. സത്യം പറഞ്ഞാൽ ഈ റെസ്പെക്റ്റ് എന്ന് പറയുന്ന സാധനം ഭയങ്കര ആപേക്ഷികമാണ് പിള്ളേരെ, നിങ്ങൾ ഓർക്കണം. അതായത് നമ്മൾ ഇന്ന് റെസ്പെക്റ്റ് കിട്ടാൻ വേണ്ടി പറയുന്ന കാര്യം നാളെ പറയാൻ പറ്റത്തില്ല. ഫോർ എക്സാമ്പിൾ, പണ്ട് ഞാൻ ബാംഗ്ലൂർ പഠിത്തവും ജോലിയെല്ലാം കഴിഞ്ഞിട്ട് നാട്ടിൽ വന്ന് കല്യാണം ആലോചിക്കുന്ന സമയം എൻ്റെ നിർമ്മല സ്വഭാവം അറിയാവുന്ന നാട്ടിലെ ബ്രോക്കർ ചേട്ടന്മാർ, എന്തുവാട്ടാ ബാംഗ്ലൂർ എങ്ങനെ ഉണ്ടായിരുന്നു ക്ലൈമറ്റൊക്കെ, ചേട്ടാ ബിലീവ് മീ ഐ ആം സ്റ്റിൽ വെർജിൻ എന്നൊരു 16 പ്രാവശ്യം പറഞ്ഞാലാണ് ഒരു ഇച്ചിരി റെസ്പെക്ട് കിട്ടുന്നത്. എന്നാൽ ഇന്നിവിടെ 8 വർഷം കഴിഞ്ഞ് ഇവിടെ വന്നിട്ട് ഈ റെസ്പെക്ട് കിട്ടാൻ വേണ്ടി ഹലോ ഹായ് ഐ എം നെൽസൺ തോമസ് ഐ ആം സ്റ്റിൽ വെർജിൻ എന്ന് പറഞ്ഞാൽ എൻ്റെ 3 പിള്ളേരെ പ്രസവിച്ച പെമ്പറന്നോത്ത് ഇവിടെ വന്ന് എന്നോട് പ്രതികാരം ചെയ്തു.
അല്ല, അവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. ഈ നാട്ടുകാരുടെ ബഹുമാനം കിട്ടാൻ വേണ്ടി പിള്ളേരെ ഇന്റർനാഷണൽ സ്കൂളിൽ ചേർക്കാൻ വേണ്ടി കാശുണ്ടാക്കിയിട്ട് മതി പ്രസവവും പെരുന്നാളും എന്നൊക്കെ അവൾ ആവുന്നത് പറഞ്ഞതാ. പക്ഷേ കാശുണ്ടാക്കാൻ പഠിക്കാത്ത ഞാൻ അറ്റ്ലീസ്റ്റ് മനസ്സിനെ കടിഞ്ഞാണിടാനെങ്കിലും പഠിക്കണമായിരുന്നു. വയലൻസ് വയലൻസ് വയലൻസ്, രണ്ട് പെട്ടും ഒരാണും ശുഭം. കൊച്ചിന് പാമ്പർ വാങ്ങിക്കാൻ പറയുമ്പോൾ മരിച്ചുപോയ അപ്പാപ്പന്റെ പഴയ വെള്ളമുണ്ട് കീറി പീസാക്കി കൊടുത്തിരുന്നിരിക്കുക. കുടുംബത്തും കാര്യമായ ബഹുമാനം ഒന്നും കിട്ടിയിരുന്നില്ല. പക്ഷെ ഇപ്പൊ അങ്ങനല്ല. ഈ ബഹുമാനം കൂടിയിട്ടേ പുട്ടിന്റെ കൂടെ കടലക്കറി കൂടാതെ ഒരു ഫുൾ പുഴുങ്ങി ഏത്തപ്പഴവും അവൾ കിട്ടാറുണ്ട്. ചാച്ചൻ എന്നോട് പറയും, എടാ നീ ഇങ്ങനെ ഈ ചുമ്മാ പഠിച്ചിരുന്ന കാര്യമില്ല, പണ്ടേ ഈ പഠിച്ച് നല്ല നിലയും വിലയുമുള്ള ജോലി വാങ്ങിക്കണം, എന്നാലേ നാട്ടുകാരുടെ ബഹുമാനം കിട്ടും. അത് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയ സ്റ്റേറ്റ്മെന്റ് ആണെങ്കിലും ഈ നാട്ടുകാരെ കറക്റ്റ് ചെയ്യുന്ന അത്രയും പാട് പഠിക്കാനില്ലാത്ത കാരണം തരക്കേടില്ലാതെ പഠിച്ചു +2 പാസ്സായി. പക്ഷേ +2 പാസ്സായപ്പം എല്ലാ ശരാശരി മലയാളി യുവാക്കളെയും പോലെ എനിക്കും 2 ഓപ്ഷനായിരുന്നു. ഒന്ന്, സ്റ്റുഡൻസ് വിസ എടുത്ത് യൂറോപ്പിൽ പോവുക. 2, ജിമെയിൽ അക്കൗണ്ട് എടുത്ത് യൂട്യൂബ് ചാനൽ തുടങ്ങുക. ഞാൻ കുറച്ച് വെറൈറ്റി ആയിട്ട് ഈ രാഷ്ട്ര പുനർനിർമ്മാണത്തിന്റെ ഭാഗമായി ചാച്ചൻ്റെ കൂടെ മേസ്ത്രി പണിക്ക് പോയിട്ട് കൂടെ റെസ്പെക്ട് കിട്ടാൻ വേണ്ടി ഒരു യൂട്യൂബ് ചാനലും തുടങ്ങാൻ തീരുമാനിച്ചു. പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്, മൂവി ഡിഗ്രേഡിങ്, വ്ളോഗിങ്, ഇതൊക്കെയായിരുന്നു എൻ്റെ ഐറ്റംസ്. ഈ കാണാൻ പറ്റാത്ത സ്ഥലത്ത് ടാറ്റു അടിച്ചിട്ട് സോഷ്യൽ മീഡിയ വന്നിരുന്ന് പറ്റുമെങ്കിൽ എൻ്റെ ടാറ്റു കണ്ടുപിടിച്ചോ എന്ന് പറയുന്ന ചേച്ചിമാർ എന്തും എനിക്കൊരു വീക്ക്നെസ് ആയിരുന്നു. പിന്നെ ഒന്നും ആലോചിച്ചില്ല, 12 മാസം EMI ഇട്ട് ഒരു മൊബൈൽ ഫോണും വാങ്ങിച്ചു, വ്ളോഗിങ്ങും തുടങ്ങി. ഒരു ദിവസം വെറൈറ്റി ഐറ്റമായ ഹോം ടൂർ വീഡിയോയും കയറി കക്കൂസി കയറി ക്ലൈമാക്സും എടുത്തിട്ട് സോപ്പാണെന്ന് നിർത്ത് ഓപ്പോ ഫോൺ എടുത്ത് പൈപ്പിന്റെ ചോട്ടി പിടിച്ച് ശരിക്കും അങ്ങ് പതപ്പിച്ചു. ദോഷം പറയല്ലോ, അതിന്റെ ടോർച്ച് ലൈറ്റ് വെച്ച് കംപ്ലീറ്റ് അടിച്ചു. ഇപ്പൊ ഞങ്ങളുടെ അപ്പാപ്പി ആ ഫോൺ രാവിലെ റബ്ബർ വെട്ടാൻ പോകാൻ നേരം ഹെഡ്ലൈറ്റ് ആയിട്ട് ഉപയോഗിക്കുക. എന്നാലും ഞങ്ങളുടെ ചാച്ചൻ മാസം പണിക്ക് പോകുന്നുണ്ട്, EMI ഞങ്ങൾ മുടക്കാറില്ല. പക്ഷെ എല്ലാ മാസവും തവണ അടയ്ക്കുമ്പം ബാങ്ക് ലോൺ എടുത്ത് ലൈബോയ് സോപ്പ് വാങ്ങിച്ചോളൂ എന്നൊരു കുറ്റബോധമാണ്. അതോടുകൂടി കുടുംബത്ത് എനിക്കുണ്ടായിരുന്ന ഉള്ള ബഹുമാനം പോയി കിട്ടി. പക്ഷേ 8% കാർ ലോണുള്ള കാലഘട്ടത്തിൽ 12% എഡ്യൂക്കേഷൻ ലോൺ എടുത്ത് MBA പഠിച്ച് എനിക്ക് ചുമ്മാ ഇരിക്കാൻ പറ്റത്തില്ല. മാസം 25,000+ റെസ്പെക്ട് കിട്ടുന്ന പണി വേണം. പൊറോട്ട അടിക്കാൻ പോകുന്ന ചേട്ടൻ 35,000+ റെസ്പെക്ട് പ്ലസ് ഫുഡ് ആൻഡ് അക്കോമഡേഷനും കിട്ടുന്ന കാലഘട്ടമാണെന്ന് ഓർക്കണം. പിന്നെ ഒന്നും ആലോചിച്ചില്ല, ഞാൻ അറഞ്ചും പുറഞ്ഞും ഇന്റർവ്യൂവിന് പോയി. അതായത് ഇന്റർവ്യൂ ബോർഡിനാണെങ്കിൽ ഈ ചില വെരുക് പിടിച്ച കുഞ്ഞുങ്ങളുടെ സ്വഭാവം. നമ്മൾ ഈ ചോറും കറിയൊക്കെ പാത്രത്തിലാക്കി അതുങ്ങളുടെ മുന്നിൽ കൊണ്ടുപോയി വെച്ച് കൊടുത്താൽ അതുങ്ങൾക്ക് വേണ്ട. എന്നാൽ അതുങ്ങൾ നിലത്തൂടെ നീന്തി നടക്കുമ്പോൾ ഈ ചോറ് അവിടെ കിടക്കുന്നുണ്ട്, പെറുക്കി മാങ്ങുന്നില്ല എന്ന് പറഞ്ഞ പോലെയാ. നമ്മൾ ഡിഗ്രി എല്ലാം കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് എല്ലാം കക്ഷത്തി പിടിച്ച് ഓഫീസിൽ കയറി അവന്മാർ മൈൻഡ് ചെയ്യത്തില്ല. ആരുടെയും കയ്യും കാലും പിടിച്ച് ഏതെങ്കിലും ഓഫീസിൽ കയറി പട്ടി പണിയെടുത്താൽ അപ്പോൾ ഇങ്ങോട്ട് പേര് വരും, ഹൈ കാൻഡിഡേറ്റ് യു ഹാവ് ഷോർട്ട് ലിസ്റ്റഡ് ഫോർ അവർ പൊസിഷൻ. അങ്ങനെ ഇന്റർവ്യൂവിന് പോയി ഈ HR മാനേജർമാരുടെ ഹിന്ദി റിയാലിറ്റി ഷോയിലെ ജഡ്ജസിനെ പോലെ ഒരാവശ്യമില്ലാത്ത എക്സ്പ്രഷൻ കണ്ടുമെടുത്തപ്പം അപ്പാപ്പ് പറഞ്ഞു, ഇപ്പോഴത്തെ ഏറ്റവും ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ബിസിനസ്സുകാർക്ക് കിട്ടുന്ന ഒരു റെസ്പെക്റ്റ് വേറെ ആർക്കുമില്ല. പിന്നെ ഒന്നും ആലോചിച്ചില്ല, ബിസിനസ് മാഗ്നറ്റ് ആകാൻ തീരുമാനിച്ചു. മുംബൈക്ക് ഒരു മുകേഷിനെ പോലെ, അഹമ്മദാബാദിന് ഒരു അദാനിയെ പോലെ, കോട്ടയത്തേക്ക് ഒരു കൊച്ചിൻ നെൽസൺ. ഈ സ്ക്വാഷിന്റെ പൊടിയില്ല വെള്ളത്തിൽ കൈ കുടിക്കുന്ന അതായിരുന്നു എൻ്റെ പ്രോഡക്റ്റ്. കൊച്ചിയിലെ പ്രീമിയം ഹോട്ടൽസ് ആയിരുന്നു എൻ്റെ ക്ലയൻറ്റ്സ്. എത്ര കളിക്കാനും ഈ പൊടി മുകളിലും വെള്ളം കംപ്ലീറ്റ് താഴെയും കിടക്കും. അതായത് കല്യാണം കഴിച്ച് 1 ഇയർ കപ്പിൾസേ കട്ടിലിൻ്റെ അങ്ങേറ്റത്തും ഇങ്ങേറ്റത്തും കിടക്കുന്ന പോലെ ഇത് തമ്മിൽ അങ്ങ് കലരുന്നില്ല. ഈ ഒരു പ്രശ്നം അടിച്ചാൽ വേറെ എൻ്റെ പൊടിക്ക് വേറെ കംപ്ലൈൻ്റ് ഒന്നും ഇല്ലായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ക്വാളിറ്റി ഇല്ലെന്ന നിസ്സാര കാര്യം പറഞ്ഞ് പല പ്രീമിയം ഹോട്ടൽസും എന്നെയും എൻ്റെ പൊടി ഇട്ടിട്ട് പോയി. ഏകദേശം ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ കൊച്ചിയിലെ ഏത് ഹോട്ടലിൽ കയറിയാലും എൻ്റെ മൊബൈലിൻ്റെ വൈഫൈ ഓട്ടോമാറ്റിക്കായി കണക്ട് ആകും എന്നുള്ളതല്ലാതെ ഈ ബിസിനസ് കൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഉണ്ടായില്ല. അതോടുകൂടി നാട്ടുകാർക്ക് എന്നോടുണ്ടായിരുന്ന ഉള്ള ബഹുമാനവും പോയി കിട്ടി. സത്യം പറഞ്ഞാൽ കോണ്ടാക്ട്സിലുള്ള 400 പേരില്ലേ 100 പേർക്ക് വെച്ച് ആരെയും ബുദ്ധിമുട്ടിക്കാതെ ആഴ്ച 30 രൂപ വെച്ച് ഗൂഗിൾ പേ വഴി തണ്ടി ഒരു 3000 രൂപ ഒപ്പിച്ചിട്ട് 2 ബെക്കാടി വാങ്ങിച്ചടിക്കുന്ന അപ്പാപ്പിയുടെ തൊലിക്കെട്ടി എനിക്കില്ലാത്ത കാരണം വീണ്ടും ഞാൻ ചാച്ചൻ്റെ കൂടെ മേസ്ത്രി റിപ്പോർട്ട് പണിക്ക് പോകാൻ തീരുമാനിച്ചു. അല്ലാതെ വേറെ വഴിയില്ല. സ്വന്തം നാട്ടിലൊരു അന്യനാട്ടിൽ പോയി രക്ഷപ്പെട്ട അവൻ്റെ 3 തലമുറ മുമ്പുള്ള ജാതിയും അവൻ്റെ ഇഷ്ടഭക്ഷണം കുടംപുളിയിട്ട കേരള മീൻകറിയാണെന്ന് പറഞ്ഞ് നമ്മൾ പുളകം കൊള്ളും. എന്നാൽ നിങ്ങൾ ഓർക്കണം, 1 മിനിറ്റ് കൊണ്ട്, അതായത് നമ്മൾ ഈ 2 റീൽസ് കാണുന്ന ടൈം കൊണ്ട് ഏകദേശം $8,55,000 ഉണ്ടാക്കുന്ന ഇലോൺ മസ്കിൻ്റെ 3 നാഷണാലിറ്റിയിൽ ഒന്നുപോലും ഇവിടെ അല്ലാത്ത നന്നായി. ഇല്ലായിരുന്നെങ്കിൽ അങ്ങേരുടെ SpaceX പ്രോജക്റ്റ് ഞാൻ നിർത്തിച്ചിട്ട് ആ കാശ് വല്ല പാവങ്ങൾക്ക് കൊടുക്കാൻ പറഞ്ഞിട്ട് ബാക്കി കാശ് കൊണ്ട് കവല 2 കടമുറി പണിത് വാടകയ്ക്ക് കൊടുക്കാൻ ഞാൻ ഉപദേശിച്ചത്. സത്യം പറഞ്ഞാൽ ഇതുകൊണ്ടൊക്കെ തന്നെ തരക്കേടില്ലാത്ത ശമ്പളത്തിൽ നാട്ടിൽ ജോലി കിട്ടുക എന്നുള്ളത്
സിനിമ സെലിബ്രിറ്റീസിനല്ലാതെ മറ്റാർക്കെങ്കിലും UAE ഗോൾഡൻ വിസ കിട്ടുന്നത് പോലെ ടഫായിട്ടുള്ള കാര്യമാണെന്ന് എനിക്ക് മനസ്സിലായി. എനിക്കറിയാം എല്ലാ ജോലിയും ബഹുമാനിക്കപ്പെടേണ്ടതാണ്. ഗ്ലോറിഫൈ ചെയ്യേണ്ടതും ചെയ്യേണ്ടാത്തതുമായിട്ടുള്ള ഒരു ജോലിയുമില്ല. റോഡിലൂടെ പോകുന്ന ചെറിയ ടയറുള്ള കാറിനും വലിയ ടയറുള്ള കാറിനും ഒരേപോലെ റെസ്പെക്റ്റ് കിട്ടണം, ഒരു ബ്രാൻഡും ജോബ് സ്റ്റിക്കർ ഒട്ടിക്കാതെ. നിങ്ങളോട് ഇതൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇപ്പോഴും പണ്ട് ചാച്ചൻ പറഞ്ഞ ആ നിലയും വിലയുമുള്ള ജോലി തപ്പി നടക്കുക. അതായത് ഇപ്പം ഈ ആത്മഹത്യ ചെയ്യാൻ വന്നവരെ മറ്റേ മോട്ടിവേഷൻ ക്ലാസ് എടുക്കാൻ വന്ന പോലെ. കാലം മാറുമല്ലേ, ചിലപ്പോൾ എൻ്റെ എഡിറ്റോറിയൽ പോളിസി മാറിയേക്കാം. ഇതത് പറഞ്ഞപ്പോഴും ഓർത്തത്. ഇതുപോലെ നാട്ടുകാരുടെ മെക്കിട്ട് കയറി ഉണ്ടാക്കുന്ന കോമഡി സ്ക്രിപ്റ്റിന് ഒരു പ്രത്യേകതയുണ്ട്. അതിന് 2 ക്ലൈമാക്സ് കാണും. ഒന്ന്, ഇതൊക്കെ എന്തിനാടാ ദൈവമെന്ന് ഞങ്ങളോട് പറയുന്നത്. 2, അവൻ്റെ വിഷമല്ലേ, അവനത് ആരോടെങ്കിലും പറയട്ടെ എന്ന് സ്നേഹ ബഹുമാനത്തോടു കൂടി നെൽസൺ തോമസ് ഫ്രം കോട്ടയം സിൻസ് 1988. എനിക്ക് റെസ്പെക്റ്റ് അല്ലെങ്കിൽ നമ്മൾ ബഹുമാനിക്കേണ്ടത് ഒരിക്കലും ഒരു രൂപവും ഭാവവും കണ്ട് ഒരാളെയും നമ്മൾ ബഹുമാനക്കുറവ് കാണിക്കാതിരിക്കുക. എല്ലാവരും സത്യം. ആരായാലും അവരെ റെസ്പെക്റ്റ് ചെയ്യണമെന്ന് എൻ്റെ ജീവിതം എന്നെ പഠിപ്പിച്ചവനാണ്. കാരണം ഞാൻ പ്രീ ഡിഗ്രി കഴിഞ്ഞു. കുറേ കാലം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ റെപ്രസെൻറ്റേറ്റീവൊക്കെ ആയിട്ട് പോയി. അപ്പോൾ എനിക്ക് പറഞ്ഞു, ഞാൻ ആരെങ്കിലുമൊക്കെ ആവണമെങ്കിൽ ഡിഗ്രി എങ്കിലും വേണം, എന്തെങ്കിലും ഇത് ഡിഗ്രി ആവണം. എനിക്കൊരു മോഹം ഉണ്ടായിരുന്നു. ഡിഗ്രി പാസ്സായി കലാഭവനിൽ ചേർന്ന് സിനിമയിൽ വന്നൊരു മോഹം ഉണ്ടായിരുന്നു. ആ മോഹത്തിന് ഡിഗ്രിയെങ്കിലും ചേരണമെന്ന് പഠിക്കണമെന്നുള്ള ആഗ്രഹം. അപ്പോൾ ഒരിക്കലും പഠിച്ച് പാസ്സായിട്ട് അത് ഉദ്യോഗസ്ഥനാകാൻ വേണ്ടിയല്ലായിരുന്നു. അങ്ങനെ ഒരുപാട് കോളേജിൽ ഞാൻ ആപ്ലിക്കേഷൻ കൊടുത്തു, എങ്ങും കിട്ടിയില്ല. കാരണം 2nd ക്ലാസ് മാത്രമേ എനിക്കുള്ളൂ. അങ്ങനെ മഹാരാജ് കോളേജിലും കൊടുത്തു, അവിടെ എനിക്ക് കിട്ടിയില്ല. അപ്പോഴാണ് പത്രത്തിൽ പറവൂർക്കാരൻ KN ഭരതൻ മഹാരാജ് കോളേജിൻ്റെ പ്രിൻസിപ്പളായിട്ട് ചാർജ് എടുത്തുനിന്ന് പേപ്പറിൽ ഞാൻ വായിച്ചു. അപ്പോൾ പറവൂർ തന്നെയാണ്, ഞാനും പറവൂർക്കാരനാണല്ലോ. ഞാൻ ഇദ്ദേഹത്തെ കണ്ടിട്ടൊന്നുമില്ല. ഇദ്ദേഹത്തിൻ്റെ വീട് ചേർന്നാമംഗലം കരിപ്പായി കടവുന്ന സ്ഥലത്താണ്. അദ്ദേഹം പ്രിൻസിപ്പളായിട്ട് ചാർജ് എടുത്തു ആ വർഷം. ഓക്കെ. അങ്ങനെ ഞാൻ ഒരു വാടക സൈക്കിൾ എടുത്തിട്ട് എനിക്ക് കുറെ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നു, മിമിക്രി മോണാക്ടിൻ്റെ ഒക്കെ. അതൊക്കെ ബാക്കിൽ വെച്ച് കെട്ടി ഞാൻ പുള്ളിനെ കാണാൻ നിന്നപ്പോൾ പുള്ള വീടെത്തി. ചോദിച്ചും പറഞ്ഞ് പുള്ള വീട്ടിൽ ചെന്നു. അവിടെ എത്തിയപ്പോൾ ഒരാൾ തെങ്ങിൻ്റെ തടവില്ലേ ഇങ്ങനെ കിളച്ചോണ്ടിരിക്കുകയാണ്. ഒരു തോർത്തെടുത്തിട്ടുണ്ട്, ആള് കിളച്ചോണ്ടിരിക്കുകയാണ്. അപ്പോൾ സൈക്കിൾ കണ്ട് നിർത്തി ഞാൻ ബെല്ലടിച്ചിട്ട് പറഞ്ഞു, ഭരതൻ മാഷിൻ്റെ വീട്ടിലെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അതെ, സാറിനൊന്ന് കാണാമെന്നാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, സാറിനോട് പറഞ്ഞോളാം, കാരണം തൂമ്പ കിളക്കേണ്ട ആളോട് പറയേണ്ട കാര്യമില്ലേ ഇവിടെ പറയാൻ പറഞ്ഞേക്കണത്. ആ തൂമ്പ കിളക്കുന്ന ആൾ പറഞ്ഞു, അവിടെ ഇരിക്കി, ഇപ്പോൾ സാറ് വരുന്നോണ്ട് പുറത്തേക്കിട്ട് പോയിട്ട് ഇയാൾ തന്നെ അകത്തേക്കിട്ട് വന്നിട്ട് എന്താ വന്നതെന്ന് വെച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ഭരതൻ മാഷെ കാണാൻ വന്നതാണ്, ഞാനാണ് ഭരതൻ മാഷ് പറഞ്ഞോളാം പറഞ്ഞത്. അപ്പം ഞാൻ ഞെട്ടി. കാരണം 4 MA 1 LLB ഇത്ര ഉള്ള മനുഷ്യനാണ് ഒരു തോർത്ത് കൊടുത്തിട്ട് അവിടെ കിളച്ചോണ്ടിരുന്നത്. അപ്പൊ രൂപം കണ്ട് ഒരിക്കലും ഒരാളെ ബഹുമാനിക്കാതിരിക്കരുത്. നമസ്കാരം സലിമേട്ടാ. നമസ്കാരം. 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 ഇന്നത്തെ ഓഡിയൻസിന് ഒരു പ്രത്യേകതയുണ്ട്. അതെന്താണെന്ന് പറയുന്നേക്കാളും മുന്നേ ഓഡിയൻസിന് ഞാൻ നല്ലൊരു കയ്യടി കൊടുക്കാൻ പോവാണ്. സാധാരണ നമ്മൾ ഒരു ഫ്ലോറിൽ പരിപാടി അവതരിപ്പിക്കുമ്പോൾ ഓഡിയൻസ് ആണ് പരിപാടി അവതരിപ്പിക്കുന്ന ആൾക്ക് കയ്യടി കൊടുക്കുക. ഇവിടെ ഞാൻ നേരെ തിരിച്ചു, ആദ്യം ഓഡിയൻസിന് കയ്യടി കൊടുക്കുകയാണ്. എനിക്ക് തോന്നുന്നു ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു ഓഡിയൻസിന് കയ്യടി കൊടുത്തുകൊണ്ട് പരിപാടി തുടങ്ങുന്നത്. എന്തായാലും ആ ക്രെഡിറ്റ് എനിക്കിരിക്കട്ടെ. എന്താണെന്ന് പറയട്ടെ, ഇന്നത്തെ ഓഡിയൻസ് എന്ന് പറയുന്നത് എൻ്റെ നാട്ടുകാരാ, തൃശ്ശൂർക്കാരാ, നല്ല സുന്ദരി കുട്ടികളാണ്. ദൈവമേ, ആദ്യത്തെ കൗണ്ടർ തന്നെ 4 കാല് വന്ന് വീണല്ലോ. ഇനിയുള്ള ഓരോ കൗണ്ടറുകളും 4 കാല് വന്ന് വീണേ. അപ്പോൾ പരിപാടി ആരംഭിക്കാം. നമ്മൾ നെഗറ്റീവായിട്ടുള്ള ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഫേസിൽ വരുന്ന ഭാവം അല്ലെങ്കിൽ ഫേസിൽ കൊടുക്കുന്ന ഭാവം പോസിറ്റീവായിരിക്കും. പോസിറ്റീവായിട്ടുള്ള ചില കാര്യങ്ങൾ പറയുമ്പോൾ നമ്മുടെ ഫേസിൽ വരുന്ന ഭാവം നെഗറ്റീവായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ഫേസിൽ കൊടുക്കുന്ന ഭാവം നെഗറ്റീവായിരിക്കും. നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല? ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞാൻ ശ്രദ്ധിച്ചത് ഈ അടുത്താണ് കേട്ടാ. അതായത് ഒരു ദിവസം നേരം വെളുത്തപ്പോൾ എൻ്റെ ഭാര്യ എന്നെ തട്ടി വിളിച്ചു, ചേട്ടാ ചേട്ടാ എൻ്റെ പണിക്ക് പോകാൻ നോക്കിയാൻ. ഇടത്ത വഴിക്ക് ഞാൻ അവളോട് പറഞ്ഞിടിയേ എനിക്കിന്ന് പണിയില്ലാന്ന്. അല്ല, പോസിറ്റീവല്ലേ ഞാൻ ഫേസിൽ കൊടുത്തത്? വന്നത് നെഗറ്റീവല്ലേ, പറഞ്ഞത് നെഗറ്റീവല്ലേ? പിറ്റേ ദിവസം നേരം വെളുത്തപ്പോൾ എൻ്റെ ഭാര്യ എന്നെ വീണ്ടും തട്ടി വിളിച്ചു, ചേട്ടാ ആ ടാങ്കിൽ വെള്ളം നിറച്ചാൻ. ഇടത്ത വഴിക്ക് ഞാൻ അവളോട് പറഞ്ഞു, നീ പോയി നിറക്കണേ, എനിക്കെന്താ പണിയുണ്ട്. പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. എൻ്റെ ഫേസിൽ വന്ന ഭാവം നോക്കിയാൽ എന്ത് നെഗറ്റീവായിട്ട് ഞാൻ കൊടുക്കണത് അല്ലേ? ഇപ്പം നിങ്ങൾക്ക് ഏകദേശം ഒരു പിടുത്തം കിട്ടിയില്ലേ?
നമ്മൾ ഇപ്പോൾ ഒരു കാര്യം പറയാം, ഞാൻ എല്ലാ ദിവസവും പോസിറ്റീവ് കൊടുക്കാമെന്ന് വിചാരിച്ചാൽ ഇവള് എനിക്ക് നെഗറ്റീവ് തരുള്ളൂ. എൻ്റെ ഭാര്യ ഒന്നും നെഗറ്റീവ് തരാം. ഒരു ദിവസം ഞാൻ അവളോട് പറഞ്ഞേ, മോളെ ചക്കരേ ചേട്ടനൊരു ഗ്ലാസ് ചായ എടുത്തിട്ട് വന്നേ. അപ്പോൾ അവള് പറയുക ചായക്ക് പഞ്ചസാരയും ചായയിലില്ല. ഞാൻ പറഞ്ഞു തൊട്ടപ്പുറത്തെ വീട്ടിൽ നിന്ന് എനിക്ക് ഇത്തിരി പഞ്ചസാരയും ചായയിലും കടം മേടിച്ചൂടെ? അപ്പോൾ അവൾ എന്നോട് പറയാം ഞാൻ പഞ്ചസാരയും ചായയിലും കടം മേടിക്കാൻ ആ വീട്ടിൽ പോയി ആ ചേച്ചി പറയാ നിന്റെ ഭർത്താവിനോട് കൊല്ലത്തിൽ ഒരിക്കലെങ്കിലും ഒന്ന് പണിക്ക് പോവാ. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ആരിനെ കുറിച്ചാണ് പറയാൻ പോണേന്ന്? എന്നെ കുറിച്ച് എന്ന് പറയാൻ പോണേ. മൈ നെയിം ഈസ് ബിനു കോടന്നൂർ. ഇന്ന് ഞാൻ എന്നെ കുറിച്ച് പറയാം. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് പണിക്ക് പോകാനായിട്ട് ഇറങ്ങുമ്പോൾ എൻ്റെ വീടിൻ്റെ മുറ്റത്ത് സുന്ദരികളായ പെൺകുട്ടികളെ കണി കണ്ടുകൊണ്ടാണ് ഞാൻ പണിക്ക് പോകാറുള്ളത്. ഇപ്പം നിങ്ങൾ വിചാരിക്കും കണി കാണാൻ വേണ്ടിയിട്ട് എൻ്റെ വീടിൻ്റെ മുറ്റത്ത് സുന്ദരികളായ പെൺകുട്ടികളെ മാസശമ്പളം കൊടുത്ത് നിർത്തിക്കുകയാണെന്ന്. അതൊന്നല്ല. ഇസാഫ്, മുറ്റത്തെ മുല്ല, ശ്രീശക്തി, ഇതിൽ നിന്നൊക്കെ ഞാൻ കാശെടുത്തിട്ടുണ്ട്. ഇത് പതിക്കാൻ വരുന്ന പെണ്ണുങ്ങളാണ് ഇവർ. മേഡം എന്ന് പറയും. മീനം കഴിഞ്ഞ് വരുന്ന മേഡം അല്ല, ഇത് പതിക്കാൻ വരുന്ന മേഡം. കാണാൻ നല്ല സുന്ദരികളായ പെൺകുട്ടികളാണ്. ഒരാഴ്ചയിലെ അടവ് മുടങ്ങി കഴിഞ്ഞാൽ ഇവരടവ് മാറും. പിന്നെ ഇവരെ വായിന്ന് വരുന്നിട്ടാണെന്നറിയൂ, കരിങ്കാളിയല്ലേ കൊടുങ്ങല്ലൂർ വാഴണ പെണ്ണാണ്. ഇനി ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. നേരം വെളുത്ത് കഴിഞ്ഞാൽ എൻ്റെ ഭാര്യ പറയും പണിക്ക് പോ പണിക്ക് പോ പണിക്ക് പോന്ന്. ഈ പണി എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പേടിയാണ്. സത്യം പറയാലോ, ഈ അടുത്ത് എനിക്കൊരു പണി കിട്ടി. ഒരു ചേട്ടൻ വന്നിട്ട് പറഞ്ഞു എന്നോട് പറഞ്ഞേ നിനക്ക് പണി തരാൻ വന്നാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ പണി കാത്ത് നിൽക്കുക. അങ്ങനെ എന്നെ പണിക്ക് കൊണ്ടുപോയി. ഒരു വലിയ വീട്, അതിൻ്റെ ഉള്ളിൽ കയറ്റി. ഞാൻ നോക്കുമ്പോൾ ഒരു 10-15 പേരുണ്ട്. ഇവരെല്ലാവരും കൂടി എനിക്ക് നല്ലൊരു പണി തന്നു. കൊട്ടേഷൻ പണിയായിരുന്നു ചേട്ടാ. 15 ദിവസം ഞാൻ മെഡിക്കൽ കോളേജിൽ കിടന്നു. നിസ്സാരമായിട്ട് 3 ലക്ഷം രൂപ പലിശയ്ക്ക് മേടിച്ചിട്ട് 3 കൊല്ലമായിട്ട് ഒരു പതിച്ചില്ല എന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് ഈ പണി തന്നത്. ഇപ്പൊ പ്രത്യേകിച്ച് ഈ കാലാവസ്ഥയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ പലതരത്തിലുള്ള പണിയാ. ജ്യൂസിൽ പണി, കഷായത്തിൽ പണി, എന്തിന് പറയണ പാഷാണത്തിൽ വരെ പണി കിട്ടിക്കൊണ്ടിരിക്കുക. പണി തന്നതിന് ശേഷം ഇവര് പറയും ഇത് ഞങ്ങളുടെ പണിയല്ല, ഞങ്ങളുടെ പണി ഇങ്ങനെയല്ല, ഇവിടെ നിന്ന് പോകുമ്പോൾ ഒരു പണിയും കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടാ? അതാണ് ഞാൻ പറഞ്ഞത്. പലതരത്തിലുള്ള പണികളാണ് നമുക്ക് കിട്ടുക. പണിക്ക് പോയിട്ടൊന്നും കടം വീടില്ല എന്ന് മനസ്സിലായിപ്പോൾ സിനിമയിൽ അഭിനയിച്ച് കാശുണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇന്നത്തെ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യമൊക്കെ സിനിമ കാണാൻ പോവുക പോസ്റ്റർ നോക്കിയിട്ടാവും. നമ്മുടെ ഒരു ചായക്കടയുടെ ഫ്രണ്ടിലൊക്കെ ചില പോസ്റ്റർ നോക്കിയിട്ടാവും നമ്മൾ സിനിമയ്ക്ക് പോവുക. ഇന്നൊക്കെ ഒരു സിനിമ കാണാൻ പോകണമെങ്കിൽ അഭിപ്രായം അറിയുന്ന സോഷ്യൽ മീഡിയ തുറന്നാൽ മതി. അതിൽ ചിലപ്പോൾ ഒരാൾ മൈക്കും ഒരു മറ്റേ ക്യാമറയും കൊണ്ടൊരു സിനിമ അതിൻ്റെ ഫ്രണ്ടിൽ നിൽക്കും. സിനിമ കഴിഞ്ഞ് ഇറങ്ങി വരുന്നവരോട് ചോദിക്കും എങ്ങനെയുണ്ട് പടം? അപ്പോൾ അവൻ പറയും ഈ സിനിമയിലെ നായകൻ 6 ആടുകയായിരുന്നു, 7 ആടുകയായിരുന്നു പറയും. ഈ അടുത്ത് ഞാൻ ഓർത്തനോട് ചോദിച്ചേ എങ്ങനെയുണ്ട് സിനിമ എന്ന് ചോദിച്ചപ്പോൾ അവൻ പറയാം സിനിമ ഞാൻ വിചാരിച്ച മാതിരി വന്നില്ല. ഇവൻ എന്തിനാ അവൻ വിചാരിക്കാൻ പോകണം ആവശ്യമില്ലാത്ത കാര്യങ്ങൾ. വേറൊരുത്തനോട് ഞാൻ ചോദിച്ചു ചേട്ടാ എങ്ങനെയുണ്ട് സിനിമ എന്ന് ചോദിച്ചപ്പോൾ പറയാ സിനിമ പോരാടോ. ഞാൻ പറഞ്ഞു നീ കണ്ട? പോസ്റ്റർ കണ്ടു. പോസ്റ്റർ കണ്ടിട്ട് വരെ സിനിമയുടെ അഭിപ്രായം പറയുന്നുണ്ട്. അപ്പം ഞാൻ ശ്രീനിവാസൻ ചേട്ടൻ നൈവിശേഷ് ചേട്ടൻ്റെ വീട്ടിൽ സിനിമയുടെ അവസരം ചോദിച്ചു പോയ മാതിരി ഞാൻ ഈ അടുത്ത് മലയാള സിനിമയിലെ പ്രഗത്ഭനായിട്ടുള്ള ഒരു സംവിധായകൻ്റെ വീട്ടിൽ അവസരം ചോദിച്ചു പോയി ചേട്ടാ. അവിടെ ചെന്നപ്പോൾ കോളിമ്പലടിച്ചു. ഈ സംവിധായകൻ്റെ ഭാര്യയാണ് ഡോറ് തുറന്നത്. എന്നെ കണ്ട വഴിക്ക് അടിമുടിയൊക്കെ നോക്കിയിട്ട് പറയാ നല്ല തണ്ടും തടിയുണ്ടല്ലോ, പണിയെടുത്ത് ജീവിച്ചൂടെ എന്ന്. എന്തിനാ ഈ ഭിക്ഷ അയച്ചു നടക്കണേന്ന്. അപ്പോഴാണ് ഞാൻ എന്നെ തന്നെ നോക്കിയത്. ശരിയാണ്, 3-4 കൊല്ലം പഴക്കമുള്ള പേന് ഷർട്ടിട്ട ആരായാലും തെറ്റിദ്ധരിക്കും. സാറുണ്ടോയെന്ന് ചോദിച്ചു. അപ്പോൾ ചേച്ചി പറയാ സാറിൻ്റെ ഊണും കഴിഞ്ഞു ചായ കൂടിയും കഴിഞ്ഞു ഇപ്പോൾ അവിടെ വിശ്രമിക്കേണ്ടത്. ഞാൻ പറഞ്ഞു ഒന്ന് വിളിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ ആൾ പറഞ്ഞു 5 മിനിറ്റ് ഇരിക്കും, 15 മിനിറ്റിൻ്റെ ഉള്ളിൽ സാറ് വരുമെന്ന് പറഞ്ഞു. 20 മിനിറ്റായി ഇപ്പോൾ സാറ് വന്നു. സാർ എന്നോട് ചോദിച്ചു എന്ത് വേണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു സാർ എനിക്കൊരു വേഷം വേണമെന്ന് പറഞ്ഞു. സാറ് വീണ്ടും ഭാര്യനെ വിളിച്ചു. ഇങ്ങോട്ട് വന്നാൽ ആളന്മാരിൽ നിന്നൊരു വേഷം എടുത്ത് മുന്നെടുത്ത് കൊടുക്കാൻ. ഞാൻ പറഞ്ഞു സാർ ആ വേഷമല്ല, എനിക്ക് മുട്ടിയിട്ടാ നിൽക്കണേ. അപ്പോൾ സാറ് പറയാ പുറത്തൊരു ടോയ്ലറ്റ് ഉണ്ട് അവിടേക്ക് പോകോളാം. ഞാൻ പറഞ്ഞു ആ മുട്ടല്ലല്ലോ സാർ, എനിക്ക് അഭിനയിക്കാൻ മുട്ടിയിട്ട് നിൽക്കണമെന്ന് പറഞ്ഞപ്പോൾ സാർ പറഞ്ഞു എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഉണ്ടോ എന്ന് ചോദിച്ചു, കലാപരമായിട്ട് എന്തെങ്കിലും കഴിവുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു രമേഷ് പിഷാരി ചേട്ടൻ്റെ ഫണ്ട്സ് അപ്പോൺ ടൈമിൽ ഞാൻ സ്റ്റാൻഡപ്പ് കോമഡി ചെയ്യുന്നുണ്ട്. അപ്പോൾ ആൾ പറയാ രമേഷ് പിഷാരി നല്ലൊരു സംവിധായകനല്ലേ, അവിടെ പോയി ചാൻസ് ചോദിച്ചോടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ആളെൻ്റെ പ്രകടനം കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് കിട്ടുന്ന ഒരു പ്രതീക്ഷയില്ല. സാറാകുമ്പോൾ എൻ്റെ പ്രകടനം കണ്ടിട്ടില്ല, സാർ എങ്ങനെയെങ്കിലും ഒരു വേഷം തരുന്നു പറഞ്ഞപ്പോൾ സാറ് പറഞ്ഞു നിൻ്റെ അത്രയും ആഗ്രഹമുള്ളത് കൊണ്ട് നിനക്ക് ഞാനൊരു വേഷം തരാം. ശരിക്കും ഇതിൽ വേഷമില്ല, നിൻ്റെ ആഗ്രഹം കൂടെ നിനക്കൊരു വേഷം തരാം. അതായത് ഒരു നായകൻ്റെ വീട്ടിൽ നിന്ന് ഒരു ചാക്കിൽ കുറച്ച് വേസ്റ്റ് കൊണ്ടുപോയിട്ട് ഒരു മതിലിൻ്റെ അപ്പുറത്തേക്കിടുന്ന ഒരു ചെറിയ സീൻ അത് നിനക്ക് തരാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു സാർ എൻ്റെ കൂട്ടുകാരനും കൂടി ഉണ്ട്, അവനും കൂടി ഒരു വേഷം കൊടുക്കണം. അപ്പോൾ ആൾ പറഞ്ഞു നിനക്കേ വേഷമില്ല, നിനക്കേ ഞാൻ ഒപ്പിച്ചിട്ടാണ് തരണേ. ഞാൻ പറഞ്ഞു ഇത് ഞാൻ അവരും കൂടി ചെയ്യാം. അപ്പോൾ ആൾ ചോദിച്ചത് എങ്ങനെ നിങ്ങൾക്ക് 2 പേർക്കും ചെയ്യാൻ പറ്റും? ഞാൻ പറഞ്ഞു സാർ എൻ്റെ കൂട്ടുകാരെന്ന് പറഞ്ഞ് ഇത്തിരി ഹൈറ്റ് കുറഞ്ഞവനാ. അപ്പോൾ ഈ വേസ്റ്റ് എടുത്തിട്ട് ആദ്യം അതിൻ്റെ അവിടെ പോട്ടെ, എന്നിട്ട് അവന് പറ്റാണ്ടാകുമ്പോൾ ഞാൻ വന്നിട്ട് പതുക്കെ അങ്ങോട്ട് തട്ടിടാന്ന് പറഞ്ഞു. അപ്പോൾ ആൾ എന്നോട് പറയാ ഇതിൻ്റെ ഡയറക്ടർ നീയല്ല ഞാനാണ്, ഗെറ്റ് ഔട്ട്. അപ്പം അന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി, ആവശ്യമില്ലാത്തടത്ത് ആവശ്യമില്ലാത്ത കാര്യം പറഞ്ഞ ഉള്ള അവസരം കൂടിയും നഷ്ടപ്പെടുന്നു. ഇപ്പം എനിക്കൊരു കാര്യം മനസ്സിലായി ചേട്ടാ, പണിയെടുക്കാണ്ട് നമ്മുടെ കുടുംബത്തെ അടുപ്പ് പുകയില്ല. ഇപ്പം ഞാൻ എൻ്റെ നമ്പർ സകലമാന ആളുകൾക്ക് കൊടുത്തിട്ടുണ്ട്. ആരെങ്കിലും പണിക്ക് വിളിക്കട്ടെ, കിട്ടിയ പണിക്ക് ഞാൻ പോകും.
പറഞ്ഞില്ലേ അപ്പോഴേക്കിത് മൊബൈലിൽ ബെല്ലടിക്കുന്നുണ്ട്, വൈബ്രേഷൻ ആയതുകൊണ്ട് നിങ്ങൾക്ക് കേൾക്കാത്ത. ഹലോ, പണിയാ? എന്തിട്ട് പണി? നമ്മുടെ ആ പഴയ സിനിമ തിയേറ്ററിന്റെ ബാക്കിലുള്ള കാടും പടലും വിടപ്പാക്കാനാ? എന്റെ പൊന്നു ചേട്ടാ, അവിടെ നിറച്ച് പാമ്പാണ്. ചേട്ടാ ഒരു കാര്യം ചെയ്യും, ഒരു 1.5 കൊല്ലം കഴിഞ്ഞിട്ട് വിളിക്കും. ഓക്കെ? പണിയുടെ കാര്യം പറഞ്ഞപ്പോ വിശർപ്പ്. എൻ്റെ അമ്മേ, എനിക്ക് പണിക്കെടുക്കാൻ പറ്റില്ല. പോയിട്ട് ഇത്തിരി ചോറിട്ട് വരാം. സലിമേട്ടാ പറയൂ. അതെ, ആ അപ്പോ ഞാൻ വളരെ ആവേശത്തിലാണ് വന്നത്. അത് എല്ലാവരെയൊക്കെ ഞാൻ കണ്ടു. ഒരാളെ മാത്രം കണ്ടില്ല, കേശവമാമൻ. വേർ ഈസ് കേശവമാമൻ? കേശവമാമൻ നമസ്കാരം സലിമേട്ടാ. ഹായ്. നമസ്കാരം. നമസ്കാരം. ഞാൻ ഇങ്ങനെ കാത്തിരിക്കായിരുന്നു. ഞാൻ ഇത്തിരി വൈകി പോയി വരാൻ. എന്തൊരു ഞാൻ സൗണ്ടിന് ഒരു പ്രശ്നമൊക്കെ ആയിട്ട് ചുമയും ഇതൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിൽ പോയി. ചുമ ഇപ്പൊ എല്ലാവർക്കും ഉണ്ട്. ആ. എല്ലാവർക്കും ഉണ്ട്. ചുമയാണ്, മാറുന്നില്ല. വന്നാലങ്ങ് വീണ് പോവാ നമ്മള്. അതെ, മഞ്ഞിന്റെ ആണത്. അപ്പൊ ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നിരുന്നു. കുറച്ച് അസിത്രാളും അങ്ങനെ എന്തെങ്കിലും കഴിച്ചു നോക്കിയാൽ എങ്ങനെ ഉണ്ടാവും? ആന്റിബയോട്ടിക്സ് വല്ലതും എടുത്ത് തുടങ്ങിയോ? ആസൂത്രണം അല്ല, ഒന്നുമില്ല. അസൂത്രണം ആ, അല്ല, അത് ഞാൻ ഹോസ്പിറ്റലിൽ അതിന് വേണ്ടിയാ പോയത്. ഉവ്വ. അപ്പൊ അവിടെ ചെന്നപ്പോ അവിടെ ഇന്നലെ ഈ നമ്മുടെ ക്രിസ്മസിനോടനുബന്ധിച്ച് ആ, രഞ്ജിത്തിന്റെ സഞ്ജിത്തിന്റെ ഒരു ഡാൻസ് ഒക്കെ ഉണ്ടായി അവിടെ നാട്ടില്. നാട്ടില്. ആ, രഞ്ജിത്തും മറ്റേ മറ്റേ ഡാൻസർമാരാ. അവരെന്തോ തട്ടി താഴെയൊക്കെ വീണ് പ്രശ്നമായി, അവന്റെ നട്ടലിനൊക്കെ പ്രശ്നം, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അതിന് നിങ്ങളുടെ തൊണ്ടായിട്ട് എന്താ ബന്ധം? അല്ല, ഞാൻ മരുന്ന് പിടിക്കാൻ ചെന്നാൽ പിന്നെ നമ്മളെ നോക്കാനായിട്ടുള്ള ഇതെല്ലാം അവിടെ ഇല്ല. തിരക്ക് അവിടെ ഓ, ആള് കുറവാടോ അത് ഹോസ്പിറ്റൽ. കാഷ്വാലിറ്റിയിൽ പെട്ടെന്ന് വലിയ സീരിയസ് ഇഷ്യൂസ് വരുമ്പം ചുമയൊക്കെ അവര് വിടും. അത് ന്യായമാണ്. അങ്ങനെ സംഭവം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. സൗണ്ട് ആകെ നേരെ പോയിക്കോ. അല്ല കേശവമാമ, എന്തായിരുന്നു സംഭവം ശരിക്കും? സംഭവം എന്താണെന്ന് ഞാനിപ്പോ ഞാൻ പറഞ്ഞുതരാം. ഓ, ും സഞ്ചിത്തും താളത്തിലാടി ടർപ്പോളിൽ കാൽ തട്ടി താഴത്തു വീണു. ഡിസ്കിന്റെ പാക്കിങ് വിട്ടകന്നു. നട്ടല്ലിൻ്റെ ഉട്ടയിൽ കാറ്റുകേറി. ഫ്രണ്ടിലെ പല്ലൊടിഞ്ഞു. രഞ്ജിത്തും സഞ്ചിത്തും താളത്തിലാടി ടർപ്പോളിൽ കാൽ തട്ടി താഴത്തു വീണു. കമ്മിറ്റിക്കാർക്കെല്ലാം ആനന്ദമായി. ഇനി എൻ്റെ ഡാൻസ് ഒന്നും കാണേണ്ടല്ലോ. മുറവിളി കൂട്ടിയ വണ്ടി വന്നു. ഉടനടി ഹോസ്പിറ്റൽ വാർഡിലെത്തി. നിലവിലെ രോഗങ്ങൾ നോക്കിടാതെ ഇല്ലാത്ത രോഗത്തിൻ ചീട്ടെഴുതി. അഡ്വാൻസ് അടയ്ക്കാൻ ക്യാഷില്ല കയ്യിൽ. കൂടെ നിന്നോരെങ്ങോ പോയി. ദൂരെ ദൂരെ ക്യാഷർ ബില്ലുമായി കാത്തു നിന്നു. രഞ്ജിത്തും സഞ്ചിത്തും താളത്തിലാടി ടർപ്പോളിൽ കാൽ തട്ടി താഴത്തു വീണു. ഡിസ്കിന്റെ ബാക്കിങ്ങു വിട്ടകന്നു. ുട്ടയിൽ കാറ്റുകേറി. ഫ്രണ്ടിലെ പല്ലൊടിഞ്ഞു. രഞ്ജിത്തും സഞ്ചിത്തും താളത്തിലാടി ടർപ്പോളിൽ കാൽ തട്ടി താഴത്തു വീണു. ചിങ്ങനീഫായിട്ടുള്ള കുറേ കോമ്പിനേഷൻ സീൻസുകൾ ഉണ്ടല്ലോ, ഒരുപാടുണ്ട്. അപ്പോൾ അദ്ദേഹമായിട്ടുള്ള എന്തെങ്കിലും ഒരു ഓർമ്മ ഞങ്ങളുടെ അടുത്തൊന്ന് പങ്കിടുവോ? അനീഫ്കയെ കുറിച്ചുള്ള ഓർമ്മകൾ പറയുകയാണെങ്കിൽ ഈ എപ്പിസോഡ് പോരാ. പോരാ. അത്രക്ക് ഓർമ്മകളുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഇത്രക്ക് നല്ലൊരു മനുഷ്യനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടില്ല. ഇത്രക്ക് നല്ലൊരു മനുഷ്യൻ. കാരണം ഒരു തങ്കപ്പെട്ടവനെന്നൊക്കെ പറയുന്നത് അതാണ് കൊച്ചിനെ അനീഫിക്ക. അദ്ദേഹം മരിച്ചു പോയിട്ട് പറയല്ലേ, ഞാൻ മരിച്ചു പോയാലും പിഷാരിക്കൊക്കെ അറിയാം. അത് മോശമാണെങ്കിൽ മോശമാണെന്ന് തന്നെ പറയും. ഇതേപോലെ തങ്കപ്പെട്ട മനുഷ്യന്റെ ജീവിതത്തിൽ കണ്ടു. അനീഫ്ക CID മൂസ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുകയാണ് കലൂർ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിലുണ്ട്. കോമഡി സീനാണ്. അശോകൻ ചേട്ടൻ, ഹരിശ്രീ അശോകൻ ചേട്ടനുണ്ട്, അനീഫ്ക, ഞാൻ, ജോണി, ഡയറക്ടർ ജോണി ആൻ്റണിയാണ് അതിൻ്റെ ഡയറക്ടർ, ദിലീപ് ഉണ്ട്. അപ്പോൾ അവർ പൊന്തി വരുന്നു, ഞാൻ ചിറ്റിയൊക്കെ അടിക്കുന്നു, താഴെ പോകുന്നു. അങ്ങനെ ആ സീൻ പാട്ട് സീൻ്റെ ഇടയിലുള്ള പാട്ട് സീൻ്റെ കാടിളക്കി വരുന്ന ആ സീൻ എടുത്തിട്ടിരിക്കുകയാണ്. അപ്പം എന്നോട് പറഞ്ഞോടാ, ഞാൻ കുറച്ച് മോശം അവസ്ഥയിലാണ്, കുറച്ച് ദുഃഖകരമായ അവസ്ഥയിലാണ്. അപ്പം ഞാൻ ചോദിച്ചു എന്താണെന്ന് ചോദിച്ചു. ഞാൻ പിന്നെ പറയാം, നിങ്ങൾ എന്തിനാ ഡിസ്പ്ലേ ചെയ്യണമെന്ന് ചോദിച്ചു.
അത് കഴിഞ്ഞ് ആ സീനൊക്കെ എടുത്തു, ആ കോമഡി സീനൊക്കെ എടുത്ത് പറഞ്ഞു, ഞങ്ങളെല്ലാവരും നിൽക്കുന്ന സമയത്ത് പറഞ്ഞു ഉമ്മ മരിച്ചു എൻ്റെ. അത് നിങ്ങൾ അറിയിക്കാണ്ടിരിക്കുകയായിരുന്നു, കാരണം ഇതൊരു മോശം കോമഡി സീനല്ലേ. അപ്പൊ എനിക്കറിയായിരുന്നു ഉമ്മ മരിക്കും എന്നുള്ളത്. ഇത് പറഞ്ഞപ്പോൾ ഒരു കലാകാരൻ്റെ ഒരു ആത്മാർത്ഥത. അപ്പോൾ ഞാൻ ചെന്നിരുന്നു, ഞാൻ അനിയക്കൂടെ ഉമ്മ മരിച്ച സ്ഥലത്ത് ചെന്നു. ചെന്നിട്ട് ഈ മയ്യത്ത് ചോന്നുണ്ട്, ഞാൻ തന്നെയാണ് ഫസ്റ്റ് പിടിച്ച ആദ്യത്തെ ഇതിൽ ഫ്രണ്ട് റോയിൽ ഞാൻ തൊട്ടപ്പുറത്ത് അനീഫ്ക ഈ മയ്യത്തും ചുവന്നുണ്ട് പള്ളിയിലേക്ക് പോയി കിട്ടുക. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ഞാനാ വിളിച്ചു പറഞ്ഞത്. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിച്ചിട്ട് പോവുകയാണ് ഞങ്ങൾ. വിളിച്ച് പള്ളിയിലെത്തി. ഞാൻ പള്ളിയുടെ ഒരു സൈഡിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ മുഖം കഴിവുണ്ട്, ഓതെടുക്കുക അല്ലേ, ഒലോ അല്ലേ, ഓതോ എടുക്കുക. അപ്പൊ എന്നോട് ഒരാൾ ചോദിച്ചു. അപ്പൊ എല്ലാവരും കയറി. ഫാസിൽ സാറുണ്ട്, ഡയറക്ടർ ഫാസിൽ സാറുണ്ട്. അപ്പോൾ ഫാസിൽ സാറൊക്കെ വന്ന് മുഖമൊക്കെ കഴുകി പോകുന്നു. ഞാനവിടെ നിൽക്കുകയാണ്. അപ്പൊ എന്നോട് ഒരാൾ ചോദിച്ചു, എന്തേ ഓതോ എടുക്കണില്ലെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ വെച്ചു എനിക്ക് എടുക്കാന്ന് വെച്ച് ഞാനും മുഖമൊക്കെ കഴുകി പള്ളിയുടെ അകത്ത് നിസ്കാരം നടക്കുകയാണ്. ഞാൻ നേരെ ഒന്നും നോക്കിയില്ല, പള്ളിയുടെ അകത്തേക്ക് കയറിപ്പോഴും ഉമ്മ മരിച്ച ദുഃഖത്തിലിരിക്കണം. അനിക്കപ്പെടാ പൊയ്ക്കോ പൊയ്ക്കോ. കാരണം പള്ളിയുടെ അകത്ത് ഞാൻ ഹിന്ദുവാണ്, ഹിന്ദു കയറി നിസ്കരിച്ചിട്ട് കുഴപ്പമോ. അങ്ങനെ ഞാൻ ചിരിച്ചു. കാരണം ഉമ്മ മരിച്ച് ഇത്രയും സങ്കടത്തിലിരിക്കണത് മനുഷ്യൻ നേരെ കയറി ചെല്ലാം കണ്ട് ചിരിച്ചു. അദ്ദേഹം ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ നിന്നോട് എങ്ങനെ നന്ദി പറഞ്ഞു എനിക്കറിയില്ല. ഞാൻ പറഞ്ഞു എന്തിനാണ് അനുഭവിക്കുക, നമ്മളൊക്കെ ഒരിക്കലും പോകാനുള്ളതാണ്. ഇപ്പൊ ഞാൻ ചോന്ന പോലെ എന്നെ ആരെങ്കിലൊക്കെ ചോക്കണ്ടയാ. ഏതായാലും എന്നെക്കാളും മുമ്പ് അനീഫ്ക പോയി. അപ്പോ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, ഞാൻ അനീഫ്കനെ മരിച്ചിട്ട് കാണാൻ പോയില്ലേ. ടി വി പോലും വെച്ചില്ല. അത് മരിച്ചു കിടക്കുന്നത് കാണാൻ എനിക്കത് പറ്റില്ലായിരുന്നു. എന്തോ അനീഫ്ക ഇപ്പോഴും എൻ്റെ മനസ്സിൽ മരിച്ചിട്ടില്ല. അപ്പൊ അതിന്റെ പേരിൽ ഹനീഫയുടെ എന്ത് കോമഡി കണ്ടാലും എനിക്ക് ചിരി വരും. അല്ല, അദ്ദേഹം മരിച്ചത് ഞാൻ കണ്ടിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ മുഖം കാണിക്കുമ്പോൾ ഒരു പക്ഷേ ആ മരിച്ചു കിടക്കുന്ന രൂപം ഒരിക്കലും എന്റെ മനസ്സിൽ വരും. ഇന്നും ഒരിക്കലും മരിക്കാത്ത ഒരാളായിട്ട് ഹനീഫ്ക്ക് ഇന്നും എന്റെ മനസ്സിൽ. സലീമേട്ടൻ ചെയ്ത കഥാപാത്രങ്ങൾ ഇപ്പോ ഡാൻസ് മാസ്റ്റർ വിക്രം, മണവാളൻ, മുകുന്ദൻ ഉണ്ണി, പിന്നെ CD മൂസിലെ പാട്ടുരംഗത്തിൽ വരുന്ന ആ ക്യാരക്ടർ. ഇപ്പം ഈ ക്യാരക്ടേഴ്സിന്റെ ഒക്കെ എല്ലാ ഓരോ മൂവ്മെന്റ്സും മാനറിസംസും ഡയലോഗ്സും സന്ദർഭങ്ങളും എല്ലാം നമ്മൾ പ്രേക്ഷകർക്ക് ഭയങ്കര ഫെമിലിയർ ആണ്. നമുക്കത് എല്ലാം ഓരോന്നും ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണ് ഈ ക്യാരക്ടേഴ്സ് എല്ലാം നമ്മുടെ മനസ്സിലേക്ക് ആഴത്തിൽ ഇറങ്ങുന്നത്? സലീമേട്ടൻ്റെതായ കോൺട്രിബ്യൂഷൻസ് ഈ ക്യാരക്ടേഴ്സിൽ നൽകിയിട്ടുണ്ട്. അതിന്റെ ഒരു സീക്രട്ട് എന്താണ്? രമേശ് ഏട്ടനും പറയാം എങ്ങനെയാ, എന്തായിരിക്കാനുള്ളൊരു കാരണം എന്നുള്ളത്. നാഷണൽ അവാർഡ് ആദ്യം പറയട്ടെ. ഇപ്പൊ എല്ലാവരും ഇങ്ങനെ പറയാറുള്ളത് ഭയങ്കര സംഭവമാണ്, കയ്യിൽ നിന്നിട്ടു, കാലിൽ നിന്നിട്ടു, മൂക്കിൽ നിന്നിട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ എല്ലാവരും പറയാറുണ്ട്. ഇത് എല്ലാ തൊഴിലിലേർപ്പെട്ട ആളുകളും ചെയ്യുന്ന സംഭവം തന്നെയാണ്. ഏറ്റവും ചെറിയ ഉദാഹരണം പറഞ്ഞുതരാം. നമ്മളൊരു തെങ്ങേറ്റക്കാരനെ വിളിച്ചു, തേങ്ങ ഇടാനാണ് വിളിക്കുന്നത്. പക്ഷെ ഇയാള് തെങ്ങിന്റെ മുകളിൽ കയറിയിട്ട് തേങ്ങ മാത്രമല്ല ഇടുന്നത്, കോഞ്ഞാട്ടയും കൊതുമ്പും ഓലമറലൊക്കെ വെട്ടിയിടും. ചിലപ്പോ ഒരു തത്തക്കുഞ്ഞിനെ എടുത്തോണ്ട് വരും. അതെ, അപ്പോ നമ്മൾ ഏൽപ്പിച്ച തേങ്ങ ഇടാനാണ്. പക്ഷെ പുള്ളി കയ്യിൽ തട്ടുന്ന ബാക്കി വെക്കാം. ഏറ്റവും നല്ല എക്സാമ്പിൾ അതാ. ഹലോ, ഹായ്, നമസ്കാരം. രമേശേട്ടാ നമസ്കാരം. സലിമേട്ടാ നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. സന്തോഷം, ഇഷ്ടം, സ്നേഹം. ചേട്ടാ, ഞാൻ ജിത്തു. ഞാൻ ഈ ഫൺസ് അപ്പോൺ എ ടൈമിൽ പലപ്പോഴും പറഞ്ഞ കഥകളെന്ന് പറയുന്നത് എൻ്റെ കൂട്ടുകാരെക്കുറിച്ചുള്ള കഥകളാണ്. അപ്പോൾ എല്ലാവരും ചോദിക്കും, എന്താണ് നിങ്ങൾ ഈ കൂട്ടുകാരുടെ കഥകൾ മാത്രം പറയുന്നത്? അതിനൊരു കാരണമുണ്ട്. എൻ്റെ കൂട്ടുകാരാണ് എനിക്കെല്ലാം, അവരാണ് എൻ്റെ ശക്തി. അവരുടെ കഥകളുള്ളത് കൊണ്ടാണ് എനിക്ക് ഫൺസ് അപ്പോൺ ടൈമിൽ വരാൻ പറ്റിയത്. അവരുടെ കഥകളില്ലായിരുന്നെങ്കിൽ ഞാൻ ഒരു കഥയില്ലാത്തവനായി പോയാൽ. അപ്പോൾ ഞാൻ ഇന്ന് പറയുന്നതും എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ കഥയാണ്. ഇവൻ്റെ അതിബുദ്ധിമാനായ ഒരു കൂട്ടുകാരനാണ്. അതിബുദ്ധിമാനാണ്, നല്ല ധൈര്യശാലിയാണ്. ഞാനിവനെ ഒന്നിച്ച് പഠിച്ചതാണ്. ഒരു 5ലോ 6ലോ മറ്റോ പഠിക്കുമ്പോഴാണ് തോന്നുന്നു, ഞങ്ങളുടെ സയൻസ് ടീച്ചർ ഒരു ദിവസം ഒരു വെള്ളിയാഴ്ച ഞങ്ങളുടെ അടുത്ത് പറയാം, തിങ്കളാഴ്ച വരുമ്പോൾ എല്ലാവരും വീടിനടുത്തുള്ള കുറച്ച് പക്ഷികളെക്കുറിച്ച് ഒന്ന് നിരീക്ഷിച്ചിട്ട് മാക്സിമം കിട്ടാവുന്ന പക്ഷികളുടെ തൂവലുകൾ ശേഖരിച്ച് ഒരു ബുക്കിനകത്ത് ഒട്ടിച്ചുകൊണ്ട് വരണമെന്ന് പറഞ്ഞു. അപ്പം ഞാനൊക്കെ ഒന്ന് ശ്രമിച്ചിട്ട്
എനിക്ക് കിട്ടിയത് ഒന്നോ രണ്ടോ മൂന്നോ നാലോ തൂവലുകളുള്ളൂ. കാക്കയുടെ തൂവൽ, ഒരു കോഴിയുടെ തൂവൽ, ഒരു പൊന്മാൻ്റെ, അങ്ങനെയൊക്കെ എനിക്ക് കിട്ടുള്ളൂ. മിക്കവാറും എല്ലാവർക്കും അങ്ങനെ തന്നെ കിട്ടുള്ളൂ. പക്ഷേ നമ്മുടെ ഈ കൂട്ടുകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിറ്റേ ദിവസം തിങ്കളാഴ്ച വന്നു കഴിഞ്ഞപ്പോൾ കാണുന്നതെന്ന് വെച്ചാൽ ഒരു 100 പേജിൻ്റെ ബുക്കിനകത്ത് കേരളത്തിൽ കിട്ടാവുന്ന എല്ലാ പക്ഷികളുടെയും തൂവലുകളെയും ഒട്ടിച്ചുകൊണ്ട് വന്നിരിക്കുക. എന്നിട്ട് അതിനെക്കുറിച്ച് ഓരോ വിശകലനങ്ങൾ. ഇത് പൊന്മാനാണ്, ഇത് പാടത്തും പറമ്പിലും കാണപ്പെടുന്ന ഒരു പക്ഷിയാണ്, ഇതിൻ്റെ തൂവൽ എനിക്ക് കിട്ടിയത് പാടത്ത് നിന്നാണ് എന്നൊക്കെ എല്ലാത്തിനും. അപ്പോൾ ടീച്ചർ പറഞ്ഞു, കണ്ടോ എന്തൊരു നിരീക്ഷണ പാഠമുള്ള വിദ്യാർത്ഥിയാണ്. 2 ദിവസം കൊണ്ട് മാക്സിമം കിട്ടാവുന്ന കേരളത്തിലെ എല്ലാ പക്ഷികളുടെയും തൂവലുകൾ ഇവൻ ശേഖരിച്ച് ബുക്കിനകത്ത് ഒട്ടിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്. അങ്ങനെ ടീച്ചർ ഇങ്ങനെ മറിച്ച് അപ്പോൾ ഞാൻ പറഞ്ഞു, ടീച്ചർ ഇത് പൊന്മാൻ്റെയാണ്, ഇത് പാടത്ത് കാണുന്ന പക്ഷിയാണ്, അതെനിക്ക് കിട്ടിയത് പാടത്ത് നിന്നാണ്. അടുത്ത തത്തയുടെ തൂവലാണ്, ഈ തത്ത നെല്ലും പഴങ്ങളൊക്കെ തിന്നുന്നതാണ്, എനിക്കിത് കിട്ടിയത് ഒരു തെങ്ങിൻ തോപ്പിൽ നിന്നാണ്. അങ്ങനെ ഓരോന്നിൻ്റെ ഒരു വിശദീകരണം ഇങ്ങനെ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുകയാണ്. അങ്ങനെ അവസാന പേജ് എത്തിയപ്പോൾ ഒരു ബ്രൗൺ തൂവലിരിക്കുന്നു, അതിൻ്റെ അടിയിൽ എഴുതിയിരിക്കുന്നു പെൻഗ്വിൻ എന്ന്. അപ്പോൾ ടീച്ചർ ചോദിച്ചു പെൻഗ്വിനോ? അപ്പോൾ അതിൻ്റെ വിശദീകരണം എനിക്ക് പറയുകയാണ്, ഇത് അന്റാർട്ടിക്കയിൽ ജീവിക്കുന്ന ഒരു പക്ഷിയാണ്, മഞ്ഞ് വളരെ ഇഷ്ടമുള്ളൊരു പക്ഷിയാണ്, പഠനാവശ്യത്തിന് വേണ്ടി എന്ന് പറഞ്ഞപ്പോൾ അന്റാർട്ടിക്കയിലുള്ള എൻ്റെ അമ്മാവൻ അയച്ചു തന്നതാണ് ഈ പെൻഗ്വിൻ്റെ തൂവലെന്ന്. ഏത് വെള്ളിയാഴ്ച പറഞ്ഞിട്ട് തിങ്കളാഴ്ചയ്ക്ക് ഇവൻ്റെ അമ്മാവൻ്റെ പെൻഗ്വിൻ്റെ തൂവൽ അയച്ചു കൊടുത്തു. സംഗതി എന്നാണെന്നറിയുമോ, ഈ ഞായറാഴ്ച ഇവൻ്റെ വീട്ടിൽ ഒരു ഗിരിരാജൻ കോഴിനെ കൊന്നു. അപ്പം നല്ല വെള്ളത്തൂവൽ എടുത്തിട്ട് ഇവൻ തത്തയ്ക്ക് പച്ച, നീലയ്ക്ക് പൊന്മാൻ, കാക്കയ്ക്ക് കറുപ്പ്, അങ്ങനെ എല്ലാം വാട്ടർ കളറിൽ മുക്കി ഒട്ടിച്ച് വെച്ചിരിക്കുന്നത്. അങ്ങനെ ഇവൻ്റെ ഈ സംഗതി പൊളിഞ്ഞെങ്കിലും ഇവൻ്റെ ഈ ബുദ്ധി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, എനിക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞങ്ങളിങ്ങനെ നല്ല മിടുക്കന്മാരായ വിദ്യാർത്ഥികളായതുകൊണ്ട് ഏകദേശം 10ലും പ്രീ ഡിഗ്രി ഒക്കെ ആയിട്ട് ഞങ്ങൾ വിദ്യാഭ്യാസമൊക്കെ നിർത്തി ഓരോ പണിക്കിറങ്ങി. അപ്പം ഞാനും ഇവനും ഒരു കോൺട്രാക്ടറുടെ കീഴിൽ ഈ പെയിൻറ്റിങ്ങിൻ്റെ പണിക്ക് പോവുക. അപ്പോൾ പെയിൻറ്റിങ്ങിൻ്റെ പണിക്ക് പോകുമ്പോൾ ഈ ബുധനാഴ്ച ആകുമ്പോൾ ഇടപ്പറ്റ് കിട്ടുക എന്ന് പറയും. അതായത് ബുധനാഴ്ച ആകുമ്പോൾ നമ്മുടെ മുതലാളി വന്നിട്ട് ഉച്ച സമയമാകുമ്പോൾ കുറച്ച് അഡ്വാൻസ് പൈസ തരും, വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി കുറച്ച് അഡ്വാൻസ് പൈസ തരും. ഈ ഇടപ്പറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഈ കൂട്ടുകാരന് പണിക്ക് നിൽക്കണമെന്ന് വലിയ താല്പര്യമില്ല, മിക്കവാറും അങ്ങനെയാണ്. ഒരു ദിവസം ബുധനാഴ്ച ഇതുപോലെ ഈ മുതലാളി വന്ന് ഇടപ്പറ്റ് കൊണ്ടു തന്നു. അപ്പോൾ തന്നെ ഇവനങ്ങ് കരയുക, ദൈവമായിട്ടാണ് മുതലാളി ഇപ്പം എനിക്ക് പൈസ കൊണ്ട് തന്നത്, എനിക്ക് പൈസ കൊണ്ടൊരു അത്യാവശ്യം ഉണ്ടായിരുന്നു, ഇന്ന് എനിക്കൊരു സ്ഥലത്ത് പോകണം. അപ്പോൾ ചോദിച്ചു എന്ത് പറ്റി? എൻ്റെ ഒരു ബന്ധു മരിച്ചെന്ന് പറഞ്ഞ് എനിക്കൊരു കോൾ വന്നു, എനിക്ക് പോയേ പറ്റുള്ളൂ. അപ്പോൾ ശരി, ഉച്ച കഴിഞ്ഞാൽ ശരി പൊക്കോന്ന് പറഞ്ഞ് ഈ ബന്ധു മരിച്ചതാണല്ലോ, ഒരു 100 രൂപ കൂടെ കൊടുത്ത് ഈ മുതലാളി വിട്ടു. ഒരു 2 മണിക്കൂർ കഴിഞ്ഞ് മുതലാളി മരിച്ച വീട്ടിലേക്ക് പോയതാണല്ലോ, എന്തായാലും ഒന്ന് വിളിച്ചു നോക്കാമെന്ന് പറഞ്ഞ് ഇവനെ ഒന്ന് ഫോണിൽ ചെയ്തു. അപ്പോൾ ഹലോ, അപ്പോൾ ഇവൻ അവിടെ നിന്ന് ഫോൺ എടുത്ത് ഹലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഫോണിൻ്റെ ഈ വോയിസ് ബാക്ക്ഗ്രൗണ്ടിൽ ചെറുതായിട്ടൊരു ലൈറ്റ് ഇംഗ്ലീഷ് മ്യൂസിക്കും സോഡ പൊട്ടുന്ന പോലെ ഒച്ചയും ഗ്ലാസ്സുകൾ കൂട്ടിമുട്ടുന്ന ഒരു ഒച്ച. അപ്പോൾ ഈ മുതലാളി ചോദിച്ചു, നീ എവിടെ നിൽക്കുന്നു? ഞാൻ മരണ വീട്ടിൽ. അതെന്താണ് ഒരു ഇംഗ്ലീഷ് മ്യൂസിക്കും ഈ സോഡ പൊട്ടുന്ന പോലെ വെച്ച്? അത് മുതലാളി, ഞാൻ ഈ പൂച്ചാക്കൽ ഭാഗത്താണ് എൻ്റെ ഒരു ബന്ധുവിൻ്റെ വീട്. ഈ പൂച്ചാക്കൽ ഭാഗത്ത് അച്ഛൻ മരിച്ച മൂത്ത മകൻ ലൈറ്റ് മ്യൂസിക്കും വെച്ച് സോഡ പൊട്ടിച്ച് അച്ഛൻ്റെ കാൽക്കൽ വെക്കണം, അതൊരു ചടങ്ങാണെന്ന്. അങ്ങനത്തെ അതിബുദ്ധികളാണ് പുള്ളിയുടെ കയ്യിലുള്ളത്. അപ്പോൾ ഇവൻ്റെ കയ്യിൽ അതിബുദ്ധി എനിക്കും കുറച്ച് കിട്ടി തുടങ്ങി. അപ്പം ഞാൻ എൻ്റെ അതിബുദ്ധി കാണിച്ചത് എൻ്റെ അമ്മാവൻ്റെ അടുത്താണ്. കാരണം എനിക്ക് 2 മക്കളാണ് ഉള്ളത്, ഒരു മോനും മോളും. അപ്പോൾ എനിക്ക് ചെറുതായിട്ട് സാമ്പത്തികമായിട്ട് ചെറിയ ഞെരുക്കമൊക്കെ വരുമ്പോൾ ഞാൻ ഈ മക്കളെ കൊണ്ട് അമ്മാവൻ്റെ വീട്ടിലേക്ക് പോകും. എൻ്റെ മക്കളെന്ന് പറഞ്ഞാൽ ഈ സർക്കസിൽ തത്തയെ പോലെ ഫുള്ളി ട്രെയിൻഡാണ്. ഇവരെ നമ്മൾ പരിശീലിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. ഞങ്ങൾ അമ്മാവൻ്റെ വീട്ടിൽ ചെല്ലുന്നു, ഭക്ഷണം കഴിക്കുന്നു, വൈകുന്നേരം നമ്മൾ ചായ കുടിക്കുന്നു, പോരാൻ നേരത്ത് അമ്മാവൻ്റെ കാലിലൊന്ന് തൊട്ട് വണങ്ങും. ആ സമയത്ത് അമ്മാവൻ്റെ കണ്ണ് നിറയും, പോക്കറ്റിലേക്ക് നോക്കും, അമ്മാവൻ 1000-ൻ്റെ ഓരോ നോട്ട് 2 മക്കൾക്കും കൊടുക്കും. അപ്പോൾ വീട്ടിൽ എനിക്ക് ഈ 2000 രൂപ കൊണ്ട് ചിലപ്പോൾ കറണ്ട് ചാർജ് അടയ്ക്കാം, വാട്ടർ ബില്ല് കൊടുക്കാം. അങ്ങനെ ടൈറ്റ് ആകുമ്പോഴൊക്കെ ഞാൻ അമ്മാവൻ്റെ വീട്ടിൽ മക്കളെ കൊണ്ട് പോകും. അങ്ങനെ മിക്കവാറും ഓരോ മാസങ്ങൾ പോകാൻ തുടങ്ങി. അവസാനം ഈ 1000-ന് നോട്ട് നിരോധിച്ച ശേഷം ഒരു ദിവസം ചെന്നു. അങ്ങനെ സ്ഥിരമുള്ളതുപോലെ ആഹാരം കഴിച്ചു, ചായ കുടിച്ചു, ഞാൻ കണ്ണ് കാണിച്ചു, മക്കൾ കാല് തൊട്ട് വന്നിച്ചു, അമ്മാവൻ്റെ കണ്ണ് നിറഞ്ഞു. പോക്കറ്റിലേക്ക് നോക്കി, ഓരോരുത്തർക്ക് 500 രൂപ വീതം കൊടുത്തു. അപ്പോൾ എൻ്റെ 1000 രൂപ കട്ടായി. ശരി, ഇതെനിക്കൊരു ഭയങ്കര ആഘാതമായിപ്പോയി. അപ്പം ഞാൻ പെട്ടെന്നൊരു ബുദ്ധി പ്രയോഗിച്ചു. അമ്മാവൻ്റെ അടുത്ത് പറഞ്ഞു, അമ്മാവ ഇതിപ്പോൾ ഓരോ നോട്ട് കുട്ടികൾക്ക് കൊടുക്കണമെന്നില്ല, ഒരു നോട്ട് കൊടുത്താലും ഞാനത് ചില്ലറ മാറി കൊടുത്തോളാം. അതായത് ഞാൻ 2000 കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് ഇവിടെ ഈ 1000 ആയത്. അപ്പോൾ അമ്മാവൻ 2000 കൊടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരു നോട്ട് കൊടുത്താൽ ഞാൻ ചില്ലറ മാറി കൊടുത്തോളാം എന്ന് പറഞ്ഞു. പുള്ളി മോക്കിലേക്ക് നോക്കിയിട്ട് ഈ മകൻ്റെ കയ്യിൽ നിന്ന് 500 തിരിച്ചു മേടിച്ചിട്ട് പറയാം, 250 ഈ ചില്ലറ മാറി കൊടുത്തോളാം. അങ്ങനെ 4000 പ്രതീക്ഷ എടുത്ത് 3750 പോയി നിൽക്കണം. അതോടുകൂടി എൻ്റെ അതിബുദ്ധി പ്രയോഗിക്കൽ അങ്ങ് നിർത്തി. ഇവൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിബുദ്ധിയാണ്, അസാമാന്യ ധൈര്യം. അങ്ങനെ പുള്ളി ഈ പണികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ പണികൾക്ക് പോകും. ഇനി ഡ്രൈവറായിട്ടും പോകുന്നുണ്ട്. ഡ്രൈവർ എന്ന് വെച്ചാൽ സ്ഥിരം ഡ്രൈവറല്ല, ഈ ഗ്യാപ്പിന് പോവുക. ഗ്യാപ്പിന് പോകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഈ പ്രൈവറ്റ് ബസ്സുകാർ ഡ്രൈവറൊക്കെ ലീവ് എടുക്കുമ്പോൾ ഇവൻ ഗ്യാപ്പിന് കയറും. അപ്പോൾ ഇവൻ ഒരു ബെസ്റ്റ് ഡ്രൈവറാണെന്നാണ് ഇവൻ്റെ ധാരണ. ഇവൻ പറയുന്നത് അങ്ങനെയാണ്, ഞാൻ 10 വർഷമായിട്ട് വളയം പിടിക്കുന്ന ആളാണ്, നല്ല ഡ്രൈവറാണ്, അങ്ങനെയൊക്കെയാണ്. അങ്ങനെ ഒരു ദിവസം ഇവനൊരു ഗ്യാപ്പിന് ഒരു ബസ് ഓടിക്കാൻ പോവുകയാണ്. അപ്പോൾ പോകുന്ന സമയത്ത് ഇതൊരു പെരുന്നാൾ നടക്കുക. അപ്പോൾ ഒരു വീതി കുറഞ്ഞ റോഡാണ്. ഈ പെരുന്നാളിൻ്റെ പ്രദക്ഷിണം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഒരു വല്യപ്പൻ, ഒരു അപ്പച്ചൻ ഒരു ചുവന്ന മുത്തുക്കുടയോട് പിടിച്ച് ഇങ്ങനെ മുന്നിൽ നിൽക്കുന്നുണ്ട്. വീതി കുറഞ്ഞ റോഡ്. അപ്പം എൻ്റെ ബസ് ഇങ്ങനെ വന്നപ്പോൾ
കുറച്ച് ബ്ലോക്കായി. അപ്പോൾ വണ്ടി ഒന്ന് റിവേഴ്സ് എടുത്താൽ മാത്രമേ ആ വണ്ടിക്ക് കയറി പോകാൻ ഒക്കത്തുള്ളൂ. അപ്പോൾ ഇവൻ അവിടെ നിന്നുകൊണ്ട് റിവേഴ്സ് എടുക്കാനൊക്കെ ഈ മുത്തുക്കോട്ട പിടിച്ച് അപ്പച്ചൻ ചോദിച്ചു, മോനെ മാറണോ? അവിടെ നിന്നോ 10 വർഷമായിട്ട് വളയം പിടിക്കുന്നതാണ് എന്നും പറഞ്ഞ് റിവേഴ്സ് എടുക്കുമല്ല, ഈ അപ്പച്ചൻ്റെ 10 പേരിലേക്ക് കൂടി ഞാൻ കയറിപ്പോയി. കറക്റ്റ് ചെന്ന് ഇവൻ വണ്ടി നിന്നത് ഈ ഡ്രൈവർ സീറ്റിൻ്റെ അടുത്താണ് അപ്പച്ചൻ നിൽക്കുന്നത്. അപ്പച്ചനെ മുത്തുക്കോട വെച്ച് ഒരു 3-4 അടി ഇവൻ്റെ തലക്കെട്ട്. അവസാനം ഈ കേസ് കോടതിയിൽ പോയി കോമ്പൻസേഷൻ പിടിച്ചു. കോമ്പൻസേഷൻ വന്നെങ്ങനെയാണെന്ന് അറിയുമ്പോൾ 1,06,25 രൂപ വന്ന് 1 ലക്ഷം രൂപ ചികിത്സാ സഹായവും 6,025 രൂപ എന്താണെന്ന് അറിയുമ്പോൾ മുത്തുക്കോടയുടെ പൈസ അത് പള്ളി കൊടുത്ത കേസാണ്. അങ്ങനെ ഇവൻ അത് കഴിഞ്ഞ് ഇവൻ്റെ വേറെ പരിപാടികളൊക്കെ ഉണ്ട്. പുള്ളി ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറയണം, എടാ എല്ലാ പരിപാടിയും നിർത്തി എൻ്റെ പുതിയൊരു സംരംഭം തുടങ്ങിയിരിക്കുകയാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീൻ വളർത്തൽ. മീൻ വളർത്തുന്ന വെച്ചാൽ പല ടാങ്കുകളിൽ സാധാരണ ആളുകൾ മീൻ വളർത്തുന്ന പോലെയല്ല ഞാൻ വളർത്തുന്നത്. ഓരോ മീനും എൻ്റെ മീനുകൾ എന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തികളാണ്, അതിനൊക്കെ പേരുകളുണ്ട്. അങ്ങനെ ഒരു ടാങ്കിൽ ഒരു 1,500 ഗപ്പി കിടക്കുന്നുണ്ട്. അവനത് പറയണം, അത് മിനി, അത് സുരേഷ്, അത് രാജേഷ്, അങ്ങനെ ഈ 1,500 പേരൊക്കെ പറയണം. എന്നിട്ട് പറയും എന്നോട് ഭയങ്കര സ്നേഹമാണ്, ഇപ്പോൾ വിളിക്കാൻ വരുമെന്ന് പറഞ്ഞിട്ട് ഇവൻ കുറേ മീൻ തീറ്റ എടുത്തിട്ട് ഇങ്ങനെ കിട്ടിട്ട് മക്കളേ എന്ന് വിളിച്ചു. എല്ലാ മീനും കിട്ടും വരിക, തീറ്റ കൊടുത്ത് വരാത്ത മീനുണ്ടോ. അടുത്ത പുള്ളി ഇതെല്ലാം കഴിച്ചിട്ട് അടുത്ത ടാങ്കിലേക്ക് വരികയാണ്. ഇതാണ് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സംഗതി. എൻ്റെ ഏറ്റവും പെറ്റാണ്, അവൻ്റെ പേര് സോനു. സോനുവിന് ഞാൻ എന്താ കൊടുക്കുന്നത്, പോപ്കോണാണ് കൊടുക്കുന്നത്. അങ്ങനെ പലതരം ഫ്ലേവറുള്ള പോപ്കോൺ മേടിച്ച് വെച്ചിരിക്കുക. എന്നിട്ട് കുറച്ച് പോപ്കോൺ എടുത്തിട്ട് ഇവൻ ഈ ടാങ്കിലേക്ക് നീട്ടിയിട്ട് മോനെ സോനു എന്ന് വിളിച്ചു. അപ്പോൾ ഒരു 2.5-3.5 കിലോ ഉള്ളൊരു ആഫ്രിക്കൻ മുഷി ഇങ്ങനെ നീന്തി ഇങ്ങ് വരിക. ഈ മുഷി ഇങ്ങനെ വന്നിട്ട് ഇവൻ്റെ കയ്യിലേക്ക് ഈ പോപ്കോൺ തിന്നാൻ തുടങ്ങി. ഇതാണോ ഞാൻ ഇങ്ങനെയാണ് കൊടുക്കുന്നത്. അങ്ങനെ ഈ പോപ്കോൺ തിന്ന് ലാസ്റ്റ് പോപ്കോൺ തിന്നു കഴിഞ്ഞിട്ട് ഇവൻ്റെ ചൂണ്ടുവിരലിൽ അങ്ങ് കടിച്ച്. അപ്പോൾ ഞാൻ ചോദിച്ചു, എടാ ഇതെന്താണ് മീൻ ഇങ്ങനെ? അത് മീനിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഈ മീനുകൾ ഭക്ഷണം കഴിച്ചാൽ ഭക്ഷണം കൊടുത്ത ആളെ ചുംബിക്കും. ഇങ്ങനെയാണോ ചുംബിക്കുന്നത്? മനുഷ്യൻ ചുംബിക്കുന്നോ അല്ല, മീൻ ചുംബിക്കുന്നത്. മീൻ ഇങ്ങനെയാണ് ചുംബിക്കുന്നത്. ഇത് 10 മിനിറ്റ് കഴിയുമ്പോൾ വിട്ടോളൂ എന്ന് പറഞ്ഞു. 10 മിനിറ്റ് കഴിഞ്ഞു, 20 മിനിറ്റ് കഴിഞ്ഞു, 3/4 മണിക്കൂർ കഴിഞ്ഞു, 1 മണിക്കൂർ കഴിഞ്ഞിട്ടും ഈ സോനു ചുംബനം വിടുന്നില്ല. ഞാൻ പറഞ്ഞു, എടാ തന്നെ കൊല്ലാം, ഇല്ലെങ്കിൽ ഇതിൻ്റെ വിരൽ കിട്ടത്തില്ല. എൻ്റെ സോനു എനിക്ക് പ്രിയപ്പെട്ടതാണ്. ഞാൻ പറഞ്ഞു, ഹോസ്പിറ്റലിൽ പോയിട്ട് നമുക്ക് വല്ല ഡോക്ടർമാർ ഐഡിയ പറയാം, അങ്ങനെ എടുക്കാമെന്ന് പറഞ്ഞ് ഈ സോനുവിനെ ഇങ്ങനെ സുദർശന ചക്രം വെച്ചുകൊണ്ട് പോകുന്ന പോലെ ഞങ്ങൾ കയ്യിൽ വെച്ച് ഡോക്ടറെ അടുത്ത് ചെല്ലുവാണ്. ചെന്ന് കഴിഞ്ഞിട്ട് ഡോക്ടർ പറഞ്ഞു, ഇതിനെ കൊല്ലാണ്ട് എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ പറഞ്ഞു, ഇല്ല സോനു എൻ്റെ പ്രിയപ്പെട്ടതാണ്, അങ്ങനെ കൊല്ലരുത്. പിന്നെ എന്ത് ചെയ്യാൻ, പിന്നെ വിരൽ മുറിക്കണം. വിരൽ മുറിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇവൻ തന്നെ ഒരു ഐഡിയ പറയാം, സാറേ ഈ ചൂണ്ടുവിരലെല്ലാം കൊടുത്തപ്പോഴാണല്ലോ ഈ വാ തുറന്നത് കടിച്ചത്, ഞാൻ ഈ മോതിരവിരലും കൂടെ നീട്ടി കൊടുക്കാം. അപ്പോൾ അത് വാ തുറക്കുമ്പോൾ ഞാൻ ചൂണ്ടുവിരൽ ബാക്കിലേക്ക് വലിക്കാമെന്ന് പറഞ്ഞു. ശരി നല്ലൊരു ഐഡിയ, കൊടുക്കാൻ പറഞ്ഞു. ഇപ്പം മോതിരവിരൽ അങ്ങോട്ട് കൊടുക്കുകയും ചെയ്തു, പക്ഷേ ചൂണ്ടുവിരൽ വലിക്കാനും പറ്റില്ല. 2 വിരലും സോനുവിൻ്റെ ബാക്കിയകത്തായി. അപ്പോൾ അവൻ പറഞ്ഞു, ശരി സോനുവിനെ കൊന്നു, ഇനി വേറെ വഴിയൊന്നുമില്ലല്ലോ. അങ്ങനെ ഈ 3.5 കിലോയുള്ള സോനുവിനെ ഡോക്ടർ കൊന്നു. വിരലെടുത്തപ്പോൾ കൊച്ചു പിള്ളേർ സിപ്പപ്പ് ചപ്പി പോലെ ഇരിക്കുന്നു 2 വിരലും. അവസാനം ഈ 3.5 കിലോയുള്ള സോനുവിനെ ഡോക്ടറെ കറി വയ്ക്കാൻ വേണ്ടി മേടിച്ചു. അപ്പോൾ ഇവനെ പെട്ടെന്നൊരു ബുദ്ധി പ്രവർത്തിച്ചു. പറഞ്ഞു, ഡോക്ടർ ഇത് 2,500 പറഞ്ഞിരുന്നൊരു മീനാണ്, ഡോക്ടർ ആയതുകൊണ്ട് എനിക്കൊരു 1,500 തന്നാൽ മതി. അവിടെ അവൻ്റെ ബുദ്ധി പ്രവർത്തിച്ചു. പക്ഷേ അപ്പം തന്നെ ഡോക്ടർ 1,500 എടുത്ത് അവൻ്റെ കൊടുത്തു. ശരി മോനെ എന്ന് പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കുമ്പോൾ ഡോക്ടറെ വിളിച്ചിട്ട് പറയാം, മോനെ ഇത് 10,000 രൂപയുള്ള ശസ്ത്രക്രിയയാണ് ഞാൻ ചെയ്തത്, നീ ആയതുകൊണ്ട് ഒരു 8,000 രൂപ തന്നാൽ മതിയെന്ന്. അങ്ങനെ 2 വിരലും പോയി, 2.5 കിലോ സോനുവും പോയി, ഈ കയ്യിലിരുന്ന പൈസയും പോയി, അവന് സമാധാനമായി. അങ്ങനെ സന്തോഷം, സ്നേഹം, നമസ്കാരം.